ഓക്കെ, സ്റ്റാർട്ടായില്ല. ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് ഗിറ്റ് ആൻഡ് ഗിറ്റബ് എന്താണെന്ന് നോക്കാം. സോ ലെറ്റ്സ് സേ ഞാനൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ്, ഇപ്പോൾ അത് കോഡിംഗ് റിലേറ്റഡ് തന്നെ ആയിരിക്കണം എന്ന് പോലും ഇല്ല. ഞാനൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുക ആൻഡ് അതിന് ഞാൻ ഫസ്റ്റ് ഒരു ഫേസിൽ ലൈക്ക് കുറേ ചേഞ്ചസ് വരുത്തി, കുറേ കാര്യമൊക്കെ ചെയ്തു വെച്ചു, അത് സെറ്റായി. എന്നിട്ട് ഞാൻ ലൈക്ക് ആദ്യ പ്രൊജക്റ്റ് ചെറുതായിരുന്നു, പക്ഷെ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് അതിങ്ങനെ വലുതായി വന്നു. ആൻഡ് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈക്ക് ഇൻ കേസ് ഓഫ് കോഡിങ് അതിനകത്തൊരു ബഗ് വന്നു എന്ന് വെച്ചോ, ആൻഡ് എനിക്ക് ആ ഒരു ഹോൾ കോഡ് ബേസ് നോക്കിയിട്ട് ആ ബഗ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അല്ലാതെ ലൈക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരു സംഭവം എഴുതുക. ഓക്കെ, ഞാൻ ഒരു ലൈക്ക് ബുക്കോ സംതിങ് എഴുതുകയെന്ന് വെച്ചോ, ആൻഡ് ഞാൻ ഇത് ബുക്ക് എഴുതുകയല്ല, ഒരു എസ്സേ എഴുതുകയെന്ന് വെച്ചോ, ഒരു എസ്സേ എഴുതുക. അപ്പം എഴുതിയിട്ട് ഞാൻ ഒരാളുടെ അടുക്കൽ ഇത് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാനായിട്ട് അയച്ചു കൊടുത്തു. സോ പുള്ളി എൻ്റെ അടുക്കൽ ഓക്കെ ഇങ്ങനത്തെ കുറേ ചേഞ്ചസ് വരുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ ചേഞ്ചസ് എൻ്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയലിൽ വരുത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പിന്നെയും പറയാ, അല്ല ഇന്ന് ആദ്യത്തെ തന്നെ ആയിരുന്നു നൈസ്, സോ ലൈക്ക് മറ്റേ തന്നെ എടുത്തു. അപ്പം നമ്മളിത് സേവ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാം. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കേസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു പുതിയ ഫയൽ ഉണ്ടാക്കിയിട്ട് ഇത് ഫുൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ചേഞ്ച് ഉണ്ടാക്കിയിട്ട് ലൈക്ക് മേ ബി SA new എന്ന് വല്ലതും പറഞ്ഞിട്ട് സേവ് ചെയ്തിടും. ഇങ്ങനെ ഒരു കാര്യമായിരിക്കും മേ ബി ചെയ്യാൻ പോണേ. അപ്പം ഇത് അവോയ്ഡ് ചെയ്യുക. പിന്നെ അതായത് ബേസിക്കലി നമ്മൾ വരുത്തുന്ന ഓരോ ചേഞ്ചിനെയും, ഓരോ പെർട്ടിക്കുലർ ചേഞ്ചിനെയും ഒരു നെയിം കൊടുത്ത് അതിനെ സേവ് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നതാണ് നമ്മൾ ഗിറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാനിപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാം, എന്നിട്ട് ആ ടൈം ലൈൻ ആക്ച്വലി കാണിച്ചു തരാം. എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുമ്പോൾ പറയണേ. ഓക്കെ, സോ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ റിപ്പോസിറ്ററി, നമുക്കിതെല്ലാം കാണാം, ബട്ട് ഫോർ നൗ ഒരു എക്സാമ്പിൾ സംഭവം എടുക്കുകയാണെങ്കിൽ ബേസിക്കലി നമ്മൾ വരുത്തുന്ന ചേഞ്ചസ് എല്ലാം ഇങ്ങനെ ഓരോ നെയിം വെച്ചിട്ട് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഫോർ എക്സാമ്പിൾ ഇതാണ് എൻ്റെ ഫൈനൽ കാര്യം. ഓക്കെ, എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫൈനൽ സംഭവം ഇതാണ്. പക്ഷെ എനിക്ക് നാളെ തോന്നുക, അല്ല കുറച്ച് ലൈക്ക് മേ ബി എനിക്ക് ഇതിലോട്ട് തിരിച്ചു വരണം, ഈ ഒരു ഹിസ്റ്ററി, ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിലോട്ട് എനിക്ക് തിരിച്ചു വരണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി ഈ ഒരു സാധനത്തിന് ഒന്നെങ്കിൽ എടുത്ത് കളയാം, അല്ലെങ്കിൽ ഇതിനെ എടുത്ത് മണ്ടക്കോട്ട് കൊണ്ടുവരാം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇത് ഒരു ഫോൾഡറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസോ ബാക്കപ്സോ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഒരു ടെക്കിന് പറയുന്ന നെയിമാണ് ഗിറ്റ്. ഇനി ഇത് ഹോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, അതായത് ഈ ഗിറ്റിന്റെ ഫീച്ചേഴ്സും പിന്നെ എക്സ്ട്രാ കുറച്ച് കൊളാബറേറ്റീവ്, അതായത് 2-3 പേർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ടുള്ള ഈ ഒരു സംഭവം നോക്കുവാണെങ്കിൽ ഇതിൽ മോർ ദാൻ 27 ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സെറ്റ് ചെയ്യാൻ കൂടെ ലൈക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് ലൈക്ക് ഗിറ്റ്ഹബ്. വേറെ ഉണ്ട് ലൈക്ക് ഗിറ്റ് ലാബ് എന്ന് പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോം ഉണ്ട്, ബിറ്റ് ബക്കറ്റ് ഉണ്ട്, ലൈക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ബട്ട് ഗിറ്റ്ഹബ് ആണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും മോസ്റ്റ് ആൾക്കാരും യൂസ് ചെയ്യുന്നതും ഗിറ്റ്ഹബ് ആയിരിക്കും. ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മുടെ കുറെ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള പ്രൊജക്ട്സ് എല്ലാം നമുക്ക് ഇവിടെ പോയി സെർച്ച് ചെയ്താൽ കിട്ടാൻ പറ്റും. സോ അതാണ് മെയിൻ ഡിഫറൻസ്. ആൻഡ് ഗിറ്റ് ആൻഡ് ഗിറ്റബ് സെയിം സംഭവം അല്ല, ദേ ആർ ഡിഫറെന്റ്. ആൻഡ് ഗിറ്റ് എന്ന് പറയുന്നത് ആ ഒരു സോഫ്റ്റ്വെയർ വിച്ച് നമ്മളെ ലൈക്ക് ഈ ഒരു കമ്മിറ്റ്സ് ട്രാക്ക് ചെയ്യാൻ, ഓരോ ഹിസ്റ്ററിയുടെ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിനെ ട്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഗിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ. ആൻഡ് അതിനെ ഇങ്ങനെ ഒരു ഹോസ്റ്റഡ് പ്ലാറ്റ്ഫോമിൽ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് അത് കണ്ട് ലൈക്ക് മേ ബി അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിന്റെ ലൈക്ക് വൺ ഓഫ് ദ വെബ്സൈറ്റ് ആണ് ഗിറ്റ്ഹബ്. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഗിറ്റ് ആൻഡ് ഗിറ്റബ്. ക്ലിയർ ആണോ അത്രയും കാര്യം, ഡിഫറൻസ് ആൻഡ് ഓൾ? ലൈക്ക് എന്താണ് സംഭവം? റെസ്പോണ്ട് ചെയ്യണേ എല്ലാവരും. ഓക്കെ, യെസ്, സെറ്റ്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഗിറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നതാണ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പോയിട്ട് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് ഗിറ്റ് SCM എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. ഏത് OSന്റെ ആണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ ലിനക്സ് ആണെങ്കിൽ ലൈക്ക് ലിനക്സിന്റെ അത് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ലൈക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ ലൈക്ക് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ജസ്റ്റ് ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. സോ അങ്ങനെ നമുക്ക് ഗിറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും അത് കാണിക്കുന്നില്ല, ജസ്റ്റ് ഇത് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. സോ ലൈക്ക് ഇപ്പൊ ആർക്കെങ്കിലും ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തു, എന്നിട്ട് ലൈക്ക് അവിടെ ഇഷ്യൂ ഒന്നും വരേണ്ട കാര്യമില്ല. ഇൻ കേസ് വരുവാണെങ്കിൽ എൻഡിൽ ചോദിച്ചാൽ മതി, നമുക്ക് റിസോൾവ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ലിങ്ക് അറിയാം.
ഓക്കെ, സോ യെസ് ദാറ്റ് ഈസ് ഗിറ്റ്. നൗ നമുക്ക് അടുത്ത് നോക്കാം, ലൈക്ക് എങ്ങനെ ഗിറ്റ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ ഗിറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന്. ഒരു മിനിറ്റ്. ഓക്കെ, സോ ഇതെന്റെ ടെർമിനലാണ്. നമ്മൾ ലൈക്ക് നമുക്ക് ടെർമിനൽ വെച്ചിട്ട് ഗിറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ലൈക്ക് ഗിറ്റ് കമാൻഡ്സ് ബേസിക്കലി ഇവിടെ ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട്. അല്ലാതെ GUIs ഉണ്ട്, പക്ഷേ ലൈക്ക് അത് റെക്കമെൻഡ് ചെയ്യത്തില്ല ഞാൻ. നമ്മൾ ആ കമാൻഡ്സ് പഠിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ നോക്കണം. ഓക്കെ, സോ റൈറ്റ് നൗ ടെർമിനൽ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. നമ്മുടെ ഇപ്പം ഇതാണ് നമ്മൾ GUI കാണുന്നത്. സോ ഞാൻ ഡെസ്ക്ടോപ്പിനകത്താണ് ഈ ഒരു പാർട്ടിൽ നിൽക്കുന്നത്, എൻ്റെ ഫയൽ മാനേജർ. ഇവിടെ എന്ന് പറയുമ്പോഴും ഞാൻ ബേസിക്കലി എൻ്റെ ഡെസ്ക്ടോപ്പിനകത്ത് തന്നെ നിൽക്കുന്നത്. സോ രണ്ടും സെയിം കാര്യമാണ്. ആൻഡ് യാ, ഇനിയെന്ന് പറയുമ്പം ഞാൻ ഈ ഡെസ്ക്ടോപ്പിനകത്ത്, സോ അതിനു മുമ്പ് ലൈക്ക് കമാൻഡ് ലൈൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കമാൻഡ് ലൈൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഫോൾഡേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. സോ mkdir എന്നുള്ള ഫംഗ്ഷൻ, ലൈക്ക് ആ ഒരു കമാൻഡ് വെച്ചിട്ട് നമുക്കൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് ബേസിക്കലി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു കമാൻഡാണ് ഇത്. അപ്പം നമുക്ക് ഗിറ്റ് എന്ന് കൊടുക്കാം. സോ യെസ്, എനിക്കിവിടെ ഒരു ഗിറ്റ് ഫോൾഡർ ക്രിയേറ്റ് ആയി. ഇനി ഇതെന്ന് പറയുമ്പം എംപ്റ്റിയാ കറന്റ്ലി അല്ലേ. സോ എനിക്ക് ഈ ഒരു ഫോൾഡറിനകത്താണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. സോ ഇവിടെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CD ഗിറ്റ് എന്ന് കൊടുക്കുക. CD മീൻസ് ചേഞ്ച് ഡയറക്ടറി. സോ ഞാൻ ബേസിക്കലി ഇപ്പോൾ രണ്ടും സെയിം സ്ഥലത്താണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി LS എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യാനാ പറയുന്നത്. ഈ ഒരു ഫോൾഡറിനകത്തുള്ള എല്ലാ കാര്യവും ലിസ്റ്റ് ചെയ്യും. സോ ഞാൻ ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുമ്പം ഒന്നുമില്ല, എംപ്റ്റിയാന്ന് നമുക്കിവിടെ കാണാം. ഇനി ഇത്ര നേരം ഇതെന്ന് പറഞ്ഞാൽ എന്താ, നോർമൽ ഒരു ഫോൾഡറിനെ പോലെ തന്നെ ഇരിക്കുന്നത്. സോ ഇതൊരു സാധാ ഫോൾഡർ നെയിംഡ് ഗിറ്റ്, അത്രേ ഉള്ളൂ. ഇനി ഇതിനെ എങ്ങനെ ഗിറ്റ് റിപ്പോസിറ്ററി ആക്കും? സോ റിപ്പോസിറ്ററി മീൻസ് ഒരു ഗിറ്റ് ഇനീഷ്യലൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഗിറ്റ് ഹിസ്റ്ററി ട്രാക്ക് ചെയ്യുന്ന ആ ഒരു ഫങ്ഷനാലിറ്റി ഉള്ള ഒരു ഫോൾഡറിനെ നമ്മൾ വിളിക്കുന്നതാണ് റിപ്പോസിറ്ററി എന്ന്. സോ ഇത് കറന്റ്ലി ഒരു ഗിറ്റ് റിപ്പോസിറ്ററി അല്ല. ഗിറ്റ് റിപ്പോസിറ്ററി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിറ്റ് ഇനിറ്റ് എന്ന് കമാൻഡ് കൊടുക്കണം. ഓക്കെ, സോ ഇപ്പം കുറെ കാര്യം വന്നു. ഇനിഷ്യലൈസ്ഡ് എംപ്റ്റി ഗിറ്റ് റിപ്പോസിറ്ററി. ഓക്കെ, അപ്പം ബട്ട് സ്റ്റിൽ ഞാൻ ഇവിടെ ഒന്നും കാണുന്നില്ല അല്ലേ, ലൈക്ക് ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ഞാനിപ്പോൾ LS ഇട്ടാലും ഡിഫറൻസ് ഒന്നുമില്ല. സോ ലൈക്ക് നമുക്ക് എങ്ങനെ മനസ്സിലാവും ഒരു റിപ്പോസിറ്ററി ഗിറ്റ് റിപ്പോസിറ്ററി ആണോ അല്ലയോ എന്ന്? ഓക്കെ, അതെങ്ങനെ മനസ്സിലാവുന്ന വെച്ചാൽ ഇത് ഈ ഗിറ്റ് ഈ ഹിസ്റ്ററി ട്രാക്ക് ചെയ്യുന്നതും പിന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. സോ അതെല്ലാം ചെയ്യുന്നത് .git എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറിലാണ്. ഡോട്ട് എന്ന് പറയുമ്പം ഒരു ഫോൾഡറിന്റെ ഫ്രണ്ടിൽ ഡോട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫയലിന്റെ ഫ്രണ്ടിൽ ഡോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹിഡൻ ആയിരിക്കും, അതായത് നമുക്ക് കാണാൻ പറ്റത്തില്ല. സോ അത് കാണണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് -a. യെസ്, അപ്പം നമുക്ക് കാണാൻ പറ്റും ഇവിടെ .git എന്നും പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ട്. ഇവിടെ ഞാൻ നോക്കുവാണെങ്കിലും ഹിഡൻ ഫോൾഡർ വ്യൂ ചെയ്യാൻ പറയുകയാണെങ്കിൽ എനിക്ക് .git കാണാം. Ctrl+H അടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഹിഡൻ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. ഓക്കെ, സോ .git എന്നും പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. ഇനി എനിക്ക് അതിനകത്ത് എന്തുണ്ടെന്ന് വേണമെങ്കിലും നോക്കാം. ls.git. അപ്പോൾ അതിനകത്ത് ബ്രാഞ്ചസ്, ഡിസ്ക്രിപ്ഷൻ, ഹെഡ്, അങ്ങനെ കുറേ സംഭവമുണ്ട്. കോൺഫിഗ് ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ ലൈക്ക് ഗിറ്റ് ഉപയോഗിക്കുമ്പം ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ യൂസറിന്റെ നെയിമും യൂസറിന്റെ ഇമെയിലും ഒക്കെ ചെയ്യണം. ആ സമയത്ത് നമ്മൾ ഈ കോൺഫിഗ് കാണും. സോ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളായിരിക്കും. മോസ്റ്റ് ഓഫ് ദം ഈ കുറച്ച് ലൈക്ക് നേരം കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇങ്ങനെ നമ്മളൊരു ഗിറ്റ് റിപ്പോസിറ്ററിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഒരു സാധാ റിപ്പോസിറ്ററിയും ഒരു ഗിറ്റ് റിപ്പോസിറ്ററിയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് ഈ ഒരു .git എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിനകത്തായിരിക്കും. ആൻഡ് ഈ .git എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിനകത്തായിരിക്കും ഫുൾ ഹിസ്റ്ററി ആൻഡ് ഓൾ ദിസ് സാധനം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത്. ആൻഡ് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ലൈക്ക് നല്ല കംപ്രസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ബേസിക്കലി .git ഫോൾഡറിനകത്ത്. അതുകൊണ്ട് തന്നെ ആ സൈസിന് അത് ഒത്തിരി അഫക്റ്റ് ചെയ്യത്തില്ല. ഇമേജസിന്റെ കേസിൽ മാത്രം അത് അത്രയ്ക്ക് എഫിഷ്യൻ്റ് അല്ല, ബാക്കിയെല്ലാം ആക്ച്വലി നൈസായിട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ നമുക്ക് സ്പേസിന്റെ ആ ഒരു ഇഷ്യൂ അത്രയ്ക്ക് ഇവിടെ ലൈക്ക് അങ്ങനെ വരത്തില്ല. ഭയങ്കര ലൈക്ക് സ്മോൾ സൈസിലായിരിക്കും ഇതിനെ കംപ്രസ് ചെയ്തിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ്ലി ഇതാണ് എങ്ങനെ ഒരു ഗിറ്റ് റിപ്പോസിറ്ററിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ഗിറ്റ് കമാൻഡ് ആയിരുന്നു അത്, ഗിറ്റ് ഇനിറ്റ്. എന്തിനാ ഉപയോഗിക്കുന്നത്? ടു ഇനീഷ്യലൈസ്. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് കമാൻഡ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗിറ്റ് ഫോൾഡറിനകത്താണ് ഞാൻ ഒരു ഫസ്റ്റ് ചേഞ്ച് വരുത്താൻ പോവാം. സോ ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, file.txt. ഓക്കെ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഫയലിനെ
ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഗിറ്റിന്റെ ഹിസ്റ്ററിയിലോട്ട് ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, അതായത് ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ എന്താ ഒന്നും സേവ്ഡ് അല്ല, എൻ്റെ ഗിറ്റ് ഇതിനകത്ത് ഒന്നും സേവ്ഡ് അല്ല. ഞാനൊരു ഫയൽ ചുമ്മാ ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ചിട്ടും അത് ആ ഹിസ്റ്ററിക്കകത്ത് ആഡ് ആവത്തില്ല. നമ്മൾ കുറച്ച് കമാൻഡ്സ് ചെയ്യണം. അതായത് നമ്മൾ പറയണം ഓക്കെ ആഡ് ദിസ് ടു മൈ റിപ്പോസിറ്ററി, എന്നാൽ മാത്രമേ അത് ആഡ് ആവത്തുള്ളൂ. അപ്പം നമ്മൾ മറ്റേ എക്സാമ്പിൾ ഞാൻ കാണിച്ചപ്പം ഇവിടെ ആ നെയിം ഉണ്ടല്ലോ, മൈനർ ഡോഗ് ഫിക്സസ്. സോ ഈ ഒരു നെയിം കൊടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ലൈക്ക് മൾട്ടിപ്പിൾ ചേഞ്ചസ് ഇവിടെ നോക്കുവാണെങ്കിൽ കാണാം. ലൈക്ക് ഈ റെഡ് കാണിച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുന്നത്, ഈ ഒരു സംഭവത്തിനെ ഡിലീറ്റ് ചെയ്തു. സോ ബേസിക്കലി ഇവിടുത്തെ ലേണിംഗ് ഡിലീറ്റ് ചെയ്തു, ഇങ്ങനെ ആക്കി എന്നാണ് പറഞ്ഞത്. സോ ഗ്രീൻ മീൻസ് എന്തൊക്കെ ആഡ് ചെയ്തു, റെഡ് മീൻസ് എന്തൊക്കെ ഡിലീറ്റ് ചെയ്തു. സോ ഇത്രയും ഇപ്പൊ ലൈക്ക് ഇതുണ്ടോ, 2 ഫയലിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം ഒരു പെർട്ടിക്കുലർ നെയിമിന്റെ അണ്ടറിൽ കൊടുത്ത് ചെയ്യുമ്പോൾ മാത്രമേ അത് ഗിറ്റ് ഹിസ്റ്ററിയിലോട്ട് സേവ് ആവത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിന് ഗിറ്റ് ഹിസ്റ്ററിയിൽ ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗിറ്റ് ആഡ്, ഒന്നെങ്കിൽ ഡോട്ട് ഇടാം. സോ ഡോട്ട് മീൻസ് ഇപ്പം നമ്മുടെ കേസിൽ ഒരൊറ്റ ഫയലേ ഉള്ളൂ അല്ലേ, ഫയൽ ഡോട്ട് ടി.എക്സ്.ടി എന്നിട്ട് ഒരൊറ്റ ഫയലേ ഉള്ളൂ. ലെറ്റ്സ് സേ മൾട്ടിപ്പിൾ ഫയൽസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ച എക്സാമ്പിളിൽ 2 ഫയൽസ് ചേഞ്ച് ആയിരുന്നു. അപ്പോൾ ഈ ഡോട്ട് പറയുമ്പോൾ ലൈക്ക് എവറി ചേഞ്ച്, എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടോ അതിനെല്ലാത്തിനെയും അങ്ങോട്ട് ആഡ് ചെയ്തോന്നാ പറയുന്നത്. ഓക്കെ, അതാണ് ഡോട്ട്. ഇനി അല്ല, എനിക്കിപ്പം ലൈക്ക് 3 ഫയൽസ് ചേഞ്ച്ഡ് ആയിട്ടുണ്ട്, ബട്ട് എനിക്ക് ഒരു ഫയൽ മാത്രം ആഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് ഫയൽ നെയിം വേണമെങ്കിലും കൊടുക്കാം. സോ അത് ഡിപ്പെൻസ്, ബട്ട് മോസ്റ്റ്ലി നമ്മൾ ഗിറ്റ് ആഡ് ഡോട്ട് ആയിരിക്കും യൂസ് ചെയ്യാൻ പോണേ. എനിവേസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഡോട്ട് മീൻസ് എവറിത്തിങ്, ഓൾ, അങ്ങനെ ആ ഒരു കൺസെപ്റ്റ്. സോ ഓക്കെ, ഗിറ്റ് ആഡ് ഡോട്ട് ചെയ്തു. ഇനി ഞാൻ ഓക്കെ ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയി, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ എങ്ങനെ അറിയും, ലെറ്റ്സ് സേ ഞാൻ ഈ ആഡ് ചെയ്തിട്ട് പോയി, എന്തെങ്കിലും കഴിക്കാനോ സംതിങ് പോയി, തിരിച്ചു വരുമ്പം ലൈക്ക് ഞാൻ മറന്നു എന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ മറന്നു എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്തിട്ട് പോയി, ലൈക്ക് ഈ ഒരു കറണ്ട് ഫോൾഡറിന്റെ ലൈക്ക് സ്റ്റേറ്റസ് എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗിറ്റ് സ്റ്റേറ്റസ് അടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് കമ്മിറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ, ആൻഡ് ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ഗ്രീനിലാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, ബിക്കോസ് ഞാൻ അതിനെ ആഡ് ചെയ്തു. ഓക്കെ, ഞാൻ അതിനെ ആഡ് ചെയ്തു, ഗിറ്റ് ആഡ് ഡോട്ട് വെച്ചിട്ട് ആഡ് ചെയ്തു. ആക്ച്വലി ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കാണിച്ചിരുന്നെങ്കിൽ ഇത് റെഡ് കളറിലായിരുന്നു ഞാൻ കണ്ടേനെ. അത് നമുക്ക് കാണാം, ഒന്നും കൂടെ കുഴപ്പമില്ല. യെസ്, റൈറ്റ് നൗ ഇനി നമുക്കൊരു ഇതെന്ന് കമ്മിറ്റഡ്, ചേഞ്ചസ് ടു ബി കമ്മിറ്റഡ്. ഓക്കെ, സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈയിടെ കേട്ട ഒരു നല്ല എക്സാമ്പിൾ ഉണ്ടായിരുന്നു ഇതിന് പറയാൻ പറ്റിയത്. അതായത് എന്ന് പറഞ്ഞാൽ സോ ലൈക്ക് നമ്മളൊരു കല്യാണത്തിന് പോവാം. ഓക്കെ, അപ്പം ബ്രൈഡും ഗ്രൂമും കപ്പിൾസ് സ്റ്റേജിൽ നിൽക്കുക, ആൻഡ് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ സ്റ്റേജിൽ വരും. സ്റ്റേജിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ സ്റ്റേജ് വന്ന അത്ര ആൾക്കാരുടെ ഫോട്ടോ നമ്മൾ എടുക്കും. അപ്പൊ അവരെ നമ്മൾ ആൽബത്തിലിടും. സോ ലൈക്ക് അതൊരു ഹിസ്റ്ററിയുടെ പാർട്ടായി, അല്ലെങ്കിൽ ആ ഒരു ഡേയുടെ പാർട്ടായി. ബട്ട് ആ സ്റ്റേജിൽ വരാത്തവരുടെ ഫോട്ടോ നമ്മൾ എടുക്കുന്നില്ലല്ലോ കപ്പിൾസിന്റെ കൂടെ. സോ അതാണ് ഈ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി ഇവരെ സ്റ്റേജിൽ കയറ്റുക. സോ ഞാൻ പറഞ്ഞല്ലോ 3 ഫയൽസ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഫയലിനെ എടുക്കുന്നുള്ളൂ എന്ന് വെച്ചോ, ഗിറ്റ് ആഡ് ഫയൽ ഡോട്ട് ടി.എക്സ്.ടി മാത്രമേ കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് മാത്രമേ എൻ്റെ സ്റ്റേജിൽ കയറിയുള്ളൂ. ഓക്കെ, ആ സ്റ്റേജിൽ കയറിയവരെ നമ്മൾ കമ്മിറ്റ് ചെയ്യും. അതാണ്. ഓക്കെ, ഇൻ കേസ് ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, അത് കുഴപ്പമില്ല. ഓക്കെ, യെസ്, ഇപ്പൊ ഇത് സ്റ്റേജിൽ നിൽക്കുക. ഓക്കെ, ആഡ് ചെയ്ത ഫയൽ, അതായത് ഫയൽ ഡോട്ട് ടി.എക്സ്.ടി സ്റ്റേജിൽ നിൽക്കുക, പക്ഷെ അത് കമ്മിറ്റഡ് അല്ല, അതായത് നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടില്ല. ഇനി ഗിറ്റ് കമ്മിറ്റ്, പിന്നെ -m എന്ന് പറഞ്ഞാൽ മെസ്സേജാ. ഓക്കെ, ലൈക്ക് എന്താണ് ഇവിടെ ചെയ്തത്. സോ നമ്മളിപ്പോൾ എന്താ ക്രിയേറ്റഡ് അല്ലേ, ഫയൽ ഡോട്ട് ടി.എക്സ്.ടി ക്രിയേറ്റ് ചെയ്തു. സോ എനിക്ക് പറയാം ക്രിയേറ്റഡ് ന്യൂ ഫയൽ. വെയിറ്റ് കോഡ്സ് ഇടണമായിരുന്നു. ഓക്കെ, അപ്പം ഈ മാസ്റ്റർ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. പിന്നെ ക്രിയേറ്റഡ് ന്യൂ ഫയൽ ആൻഡ് 1 ഫയൽ ചേഞ്ച്ഡ്, 0 ഇൻസേർഷൻസ്, ഇതിനകത്തൊന്നും ഇല്ലായിരുന്നു, 0 ഡിലീഷൻസ്, നമ്മളൊന്നും ഡിലീറ്റും ചെയ്തിട്ടില്ല, ആൻഡ് ഒരു പുതിയ കമ്മിറ്റ്. ഓക്കെ, സോ ഇതാണ് കമ്മിറ്റിന്റെ ID. ഈ ഒരു കമ്മിറ്റ് ആണ് നമ്മൾ ചെയ്തത്. സോ നമുക്ക് ആ ഒരു സാധനത്തിന് റെഫർ ചെയ്യണമെങ്കിൽ ID യൂസ് ചെയ്യാം. ആൻഡ് കമ്മിറ്റിന്റെ മെസ്സേജ് ആണ് ക്രിയേറ്റഡ് ന്യൂ ഫയൽ. ഓക്കെ, സോ ഞാനിപ്പോൾ ക്ലിയർ ചെയ്യാം. ഇനി ഞാൻ ലെറ്റ്സ് സേ ഇതിനകത്ത് എഡിറ്റ് വരുത്താം. ഓക്കെ, ഈ ഫയലിനകത്ത് ഞാൻ
ഓക്കെ, ഒരു ലൈൻ ആഡ് ചെയ്തു, എൻ്റെ പേര് സേവ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ അതിനകത്ത് ചേഞ്ച് വന്നല്ലോ. ഇനി നമുക്ക് ഗിറ്റ് സ്റ്റേറ്റസ് നോക്കാം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഓൺ ബ്രാഞ്ച് മാസ്റ്റർ, അത് നമുക്ക് പിന്നെ നോക്കാം. ചേഞ്ചസ് നോട്ട് സ്റ്റേജ്ഡ് ഫോർ കമ്മിറ്റ്. ഓക്കെ, കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജ് ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ഒന്നെങ്കിൽ ഗിറ്റ് ആഡ് ഫയൽ നെയിം ചെയ്യാം, അങ്ങനെ ആണെങ്കിൽ നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഗിറ്റ് റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താ, ഞാനിപ്പോ വരുത്തിയ ചേഞ്ച്, അതായത് ഞാൻ ആഡ് ചെയ്ത 1 ലൈൻ എനിക്ക് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, സോ എനിക്ക് ജസ്റ്റ് ഗിറ്റ് റീസ്റ്റോർ ആ ഫയൽ നെയിം കൊടുക്കുവാണെങ്കിൽ അവരത് ഡിലീറ്റ് ചെയ്ത് കളയും, അതായത് ചേഞ്ച് എംപ്റ്റി ഫയലാക്കി മാറ്റും. അപ്പൊ എനിക്ക് ഒന്നെങ്കിൽ ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ ആഡ് ചെയ്യാം, അത് അവർ പറയുന്നത്. സോ എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഗിറ്റ് ആഡ് ചെയ്യണം, റിമൂവ് ചെയ്യണമെങ്കിൽ ഗിറ്റ് റീസ്റ്റോർ ചെയ്യണം. സോ നമുക്ക് ആഡ് ചെയ്യാം. ഗിറ്റ് ആഡ് ഗിറ്റ് കമ്മിറ്റ് -m അപ്ഡേറ്റഡ് ഫയൽ. ഓക്കെ, ഇപ്പം 1 ഫയൽ ചേഞ്ച്ഡ്, 1 ഇൻസേർഷൻ. നമ്മൾ എന്താ ചെയ്തതെന്ന് അവർ പറയുക. ഓക്കെ, സോ ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളിപ്പം എന്തൊക്കെ കണ്ടു? കമ്മിറ്റ് ചെയ്യുന്ന കണ്ടു, ആഡ് ചെയ്യുന്ന കണ്ടു. ഇനി വേണേ ഞാൻ ഒരു ചേഞ്ച് വരുത്തിട്ട് അത് റിമൂവ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ഐ മീൻ ആഡ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നത്. സോ ഗിറ്റ് ആഡ്, ഇനി ഗിറ്റ് സ്റ്റേറ്റസ് അടിച്ചാൽ യെസ് ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, എനിക്ക് ഒന്നെങ്കിൽ ഇതിനെ കമ്മിറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിതിനെ റിമൂവ് ചെയ്യാം. സോ എനിക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഇവർ പറയുന്നുണ്ട്. ഓക്കെ, അതായത് അൺസ്റ്റേജ് ചെയ്യാൻ. ഇപ്പൊ സ്റ്റേജ്ഡ് ആയിട്ട് നിൽക്കുവാണ്, എനിക്കിതിനെ ആഡ് ചെയ്തത് ലൈക്ക് ഞാൻ അറിയാതെ ആഡ് ആക്കിയതാന്ന് വെച്ചോ, അല്ലെങ്കിൽ എഗെയിൻ എനിക്കൊരു 3, 4, 5 ഫയൽസ് ഉണ്ടായിരുന്നു, എനിക്ക് ഒരെണ്ണം ഞാൻ അറിയാതെ ഗിറ്റ് ആഡ് ഡോട്ട് അടിച്ചപ്പോഴത്തേക്ക് എല്ലാം കൂടെ ലൈക്ക് സ്റ്റേജ്ഡ് ആയി, എനിക്കത് ഒരു ഫയലിനെ എടുത്ത് മാറ്റണം. സോ ഞാൻ എന്ത് ചെയ്യണം? ഗിറ്റ് റീസ്റ്റോർ സ്റ്റേജ് എന്നിട്ട് ഫയൽ നെയിം കൊടുത്താൽ മതി. ഓക്കെ, സോ നമ്മുടെ ഫയൽ നെയിം എന്താ? file.txt. വ്യത്യാസമൊന്നും വന്നിട്ടില്ല, ബട്ട് നമ്മൾ ഗിറ്റ് സ്റ്റേറ്റസ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഇത് നേരത്തെ കമ്മിറ്റ് സ്റ്റേജ്ഡ് ആയിരുന്നു, ഇപ്പൊ ഇത് അൺസ്റ്റേജ്ഡ് ആണ്. നമ്മൾ ഇനി ഇത് ലൈക്ക് ആ ഒരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. സോ യെസ്, റീസ്റ്റോർ സ്റ്റേജ് എന്നുള്ള ഫ്ലാഗ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അതിനെ എടുത്ത് മാറ്റാൻ പറ്റും, അതായത് സ്റ്റേജ്ഡിൽ നിന്ന് അൺസ്റ്റേജ്ഡ് ആക്കാൻ പറ്റും. ഓക്കെ, നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമാൻഡ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, അപ്പൊ റിമൂവ് ചെയ്യുന്നത് കഴിഞ്ഞു. ഇനി ബട്ട് ഞാൻ ജസ്റ്റ് ഇതിനെ ആഡ് ചെയ്യാം, അപ്പൊ നമുക്കൊരു കുറെ കമ്മിറ്റ്സ് ആവുമല്ലോ, കുറച്ച് കാര്യം കാണിക്കാൻ പറ്റും. അല്ല, ഗിറ്റ് ആഡ് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന കമ്മിറ്റ് മെസ്സേജ് നമ്മുടെ ലൈക്ക് ആ ഒരു ചേഞ്ചിന് സ്പെസിഫിക് ആയിട്ടുള്ളതായിരിക്കണം, എന്നാലേ നമുക്ക് ലൈക്ക് പിന്നാണെങ്കിലും എന്താ ഗിറ്റ് ലോഗ് നടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി ഹിസ്റ്ററി കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ 3 കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ലൈക്ക് നമ്മളൊരു ഇപ്പം ഇത് റാൻഡം ചേഞ്ചസ് ആയിരുന്നു, ബട്ട് സ്റ്റിൽ എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇൻ കേസ് ഞാൻ ഒരു മിസ്റ്റേക്ക് വരുത്തി എനിക്ക് പുറകോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ കമ്മിറ്റ് മെസ്സേജ് വായിച്ചാൽ എനിക്ക് മനസ്സിലാവണം അവിടെ എന്താ സംഭവിച്ചതെന്ന്. സോ എനിക്ക് 2 അപ്ഡേറ്റ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ക്രിയേറ്റഡ് എ ന്യൂ ഫയൽ, അപ്പൊ എനിക്കറിയാം ഈ ഒരു കമ്മിറ്റിലാണ് ഫയൽ ക്രിയേറ്റ് ചെയ്തത്. ലൈക്ക് ഇപ്പം 3 കമ്മിറ്റേ ഉള്ളൂ, ബട്ട് റിയൽ കേസസിൽ 3 കമ്മിറ്റ് ആയിരിക്കത്തില്ല, ഒത്തിരി കമ്മിറ്റ്സ് കാണും. അപ്പം ആ കമ്മിറ്റ് മെസ്സേജ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ എന്ത് ചേഞ്ച് ആണോ വരുത്തിയത് അതിന് റെലവെന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ് മെസ്സേജ് ആയിരിക്കണം നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും. ഓക്കെ, സോ ഗിറ്റ് ലോഗ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് കമ്മിറ്റ്സ് കാണാൻ പറ്റും, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെ ഹെഡ് ഉണ്ട്, മാസ്റ്റർ ഉണ്ട്, അത് നമുക്ക് നോക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് റൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇത് കോൺഫിഗർ ചെയ്യാനായിട്ട് അവർ പറയും. അപ്പം നമ്മൾ നമ്മുടെ പേരും ഇമെയിൽ ID അടിച്ചു കൊടുത്താൽ മതി. അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് കാര്യങ്ങൾ ലൈക്ക് ഫസ്റ്റ് ടൈം റൺ ചെയ്യുമ്പം വരും. അതിപ്പം അത് നമുക്ക് ലൈക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ഉള്ള സാധനമൊന്നുമല്ല, കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇനി എന്താ, ഓക്കെ നമുക്കൊരു കുറച്ചുകൂടെ കമ്മിറ്റ് വരുത്താം. ഞാനൊരു new.txt
ക്രിയേറ്റഡ് ന്യൂ ഫയൽ ന്യൂ. പിന്നെ എന്താ ചെയ്യാം ഒന്നുകൂടെ അതിനെ ടച്ച്. ഓക്കെ, ടച്ച് എന്ന് ഹലോ കേക്കാവോ? കേക്കാം ചേച്ചി. ഒന്ന് വൈഫൈ ചതിച്ചതാ. ഓക്കെ, സീനില്ല. എവിടം വരെ കേട്ടായിരുന്നു? ആർക്കെങ്കിലും പറയാമോ എവിടം വരെ കേട്ടു? ഹലോ. ടച്ച് കമാൻഡ് കൊടുത്ത നമ്പർ കേട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പം ടച്ച് എന്ന് പറഞ്ഞാല് എന്താ, ഒരു empty ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അതിനെ ആഡ് ചെയ്യുമായിരുന്നു. ഓക്കെ, സോ ഗിറ്റ് ആഡ് ഗിറ്റ് കമ്മിറ്റ്, കുറച്ച് അധികം കമ്മിറ്റ് ഉണ്ടാക്കിയിട്ട് ഓക്കെ ഗിറ്റ് ലോഗ് അടിച്ചാൽ ഓക്കെ. ഇപ്പൊ നമുക്ക് അത്യാവശ്യം എത്ര 5 കമ്മിറ്റ് ഉണ്ടല്ലേ? ഓക്കെ, 5 കമ്മിറ്റ് ഉണ്ട്. ഇനിയിപ്പം എനിക്ക് ലെറ്റ്സ് സേ എനിക്ക് ഈ ഒരു ചേഞ്ച് വേണ്ട, അതായത് names.txt എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഈ ഫയൽ വേണ്ട. സോ ലൈക്ക് മേ ബി ഞാൻ file.txt ഒക്കെ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയായിരിക്കും. എനിവേസ് എനിക്ക് ഞാൻ ലാസ്റ്റ് ചെയ്ത കമ്മിറ്റ് എനിക്ക് വേണ്ട, ഇതിൽ വന്നിരിക്കുന്ന ചേഞ്ച് എനിക്ക് വേണ്ട. ബട്ട് ഓക്കെ, എനിക്കിത് മതി. സോ എനിക്ക് ഇവിടോട്ട് തിരിച്ചു പോകണം. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഈ കമ്മിറ്റ് ID നമ്മൾ കോപ്പി ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഗിറ്റ് റീസെറ്റ്, വെയിറ്റ് ഞാൻ ക്ലിയർ ചെയ്യാം അപ്പോൾ അത് മുകളിലോട്ട് വരും. ഗിറ്റ് റീസെറ്റ് ആൻഡ് പേസ്റ്റ്. ഓക്കെ ഓക്കെ, എന്നിട്ട് ഗിറ്റ് സ്റ്റേറ്റസ് അടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും names.txt ആക്ച്വലി സ്റ്റേജ്ഡ് അല്ല. ഓക്കെ, ഫയൽ ഡിലീറ്റ് ആയി പോയിട്ടില്ല, ബട്ട് അത് സ്റ്റേജ്ഡ് അല്ല. അതായത് ഞാനിപ്പോൾ എൻ്റെ ഗിറ്റ് ലോഗ് അടിക്കുവാണെങ്കിൽ എനിക്ക് 4 കമ്മിറ്റ്സേ ഉള്ളൂ. സോ ഞാൻ ഈ ഒരു കമ്മിറ്റിലാണ് ഇരിക്കുന്നത്. ഈ ഞാൻ ലാസ്റ്റ് വരുത്തിയ ചേഞ്ചസ് ഒന്നും എൻ്റെ ഹിസ്റ്ററിയുടെ പാർട്ടല്ല. ഓക്കെ, സോ അതായിരുന്നല്ലോ നമുക്ക് വേണ്ടത്. ഇനിയിപ്പം ലൈക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ഈ ഒരു കേസിൽ ഞാൻ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തു എന്നായിരുന്നു അല്ലേ? ബട്ട് ഇഫ് ലൈക്ക് ഞാൻ ഈ ഒരു ഫയലിനകത്താണ് ചേഞ്ച് വരുത്തിയതെന്നുണ്ടെങ്കിൽ ആൻഡ് അത് കമ്മിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആ ചേഞ്ചസ് ആക്ച്വലി ഹിസ്റ്ററിയിൽ സ്റ്റോർഡ് ആയി. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്കത് വേണ്ട, എനിക്ക് ഈ സെക്കൻഡ് ലാസ്റ്റ് കമ്മിറ്റിൽ ആയിരുന്നു ഇരിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ഗിറ്റ് റീസെറ്റ് ആൻഡ് ഏത് കമ്മിറ്റിലോട്ടാണോ നമുക്ക് തിരിച്ചു പോകേണ്ടത് ആ കമ്മിറ്റ് ID പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അത്രയും ചെയ്താൽ മതി, തിരിച്ചു പോകും. ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ ആഡ് ചെയ്യാം. ഗിറ്റ് ആഡ് ഡോട്ട് ക്ലിയർ മോള് വരട്ടെ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത് ആഡഡ് അല്ലേ? ഓക്കെ, ഇപ്പൊ ഇത് ആഡഡ്. ഇനി ഓക്കെ, എഗെയിൻ നമ്മുടെ മറ്റേ എക്സാമ്പിൾ ഏതാ? കല്യാണത്തിന്റെ എക്സാമ്പിൾ. നമ്മൾ കുറച്ച് പേരുടെ അടുത്ത് പറയാ, ലൈക്ക് നിങ്ങൾ അവരുടെ ഫോട്ടോ എടുക്കാനായിട്ട് അവർ വന്നു. അപ്പത്തേക്ക് ലൈക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നു എന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് പോകണം, അങ്ങനെ എന്തെങ്കിലും. അപ്പൊ നമ്മൾ ഇവരുടെ അടുക്ക പറയും നിങ്ങൾ ജസ്റ്റ് ബാക്കിലോട്ട് നിൽക്കുക, ഇവരുടെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുക്കാം, അങ്ങനെ എന്തെങ്കിലും പറയാന്ന് വെച്ചു. അപ്പൊ നമ്മൾ അവരെ ബേസിക്കലി ഒന്ന് പുറകോട്ട് മാറ്റിച്ചു. അതായത് അവർ വന്നു, അവർ സ്റ്റേജിൽ കയറി, പക്ഷെ നമ്മൾ അവരുടെ ഫോട്ടോ അല്ല ഇപ്പൊ എടുക്കുന്നത്. അപ്പം കോഡിംഗ് വൈസ് അല്ലെങ്കിൽ ഗിറ്റിന്റെ കേസിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ലൈക്ക്
ഒരു 2 ഫീച്ചറിന്റെ വേണ്ടിയിട്ടുള്ള ചേഞ്ച് വരുത്തി എന്ന് വെച്ചു, 2 ഡിഫറെന്റ് തിങ്സ്. നമുക്കത് ഒരൊറ്റ കമ്മിറ്റിലല്ല വെക്കണ്ടേ, അല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ കാര്യം ടെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആണെന്ന് അറിഞ്ഞിട്ട് മറ്റേ കാര്യം നോക്കിയാൽ മതി. അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്റ്റാഷിങ്. ഓക്കെ, സോ ഇപ്പൊ എന്ന് പറഞ്ഞാല് നമ്മുടെ names.txt ഫയല് കമ്മിറ്റഡ് ഇല്ല അല്ലെ, നമ്മുടെ ഇത് രണ്ടും കമ്മിറ്റഡ് ആണ്. സോ ഇതാണ് ഞാൻ പുതുതായിട്ട് വരുത്തിയ ചേഞ്ച്, names.txt ഫയൽ. അപ്പോ എനിക്ക് വേണം ഇപ്പം ലൈക്ക് ഇതിനെ സ്റ്റാഷ് ചെയ്യണം, അതായത് തൽക്കാലം ഇത് വേണ്ട, എനിക്ക് വേറെ കുറച്ച് ആൾക്കാരെയാണ് സ്റ്റേജിലോട്ട് കൊണ്ടുവരേണ്ടത്, പുതിയൊരു ഫയൽ പുതിയ അപ്ഡേറ്റ്സ് വരുത്തണം, അങ്ങനെ ഒരു കേസ്. അപ്പൊ ഇതിനെ ബാക്ക് സ്റ്റേജിലോട്ട് വിടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഗിറ്റ് സ്റ്റാഷ് കൊടുക്കുക, ആ ഫയൽ പോയി. ഓക്കെ, സോ അതെന്ത് സംഭവിച്ചാല് സ്റ്റേജിൽ ഉണ്ടായിരുന്നവരെ, സോ സ്റ്റേജിൽ ഉണ്ടായിരുന്നത് names.txt ആയിരുന്നു, സ്റ്റേജിൽ ഉണ്ടായിരുന്നവരെ ബാക്ക് സ്റ്റേജിലോട്ട് കൊണ്ടുപോയി. ഓക്കെ, ഇനി എനിക്ക് ഇപ്പൊ നമ്മൾ ഇനിയിപ്പം വേറൊരു എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചോ, ലൈക്ക് പുതിയൊരു എന്തെങ്കിലും സംതിങ് എന്തോ ചെയ്തു ഒരു അപ്ഡേറ്റ് വരുത്തി, നമുക്കത് കമ്മിറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു, ആൻഡ് ഇവരെ നമുക്ക് തിരിച്ചു വിളിക്കാം, പുറകെ ബാക്ക് സ്റ്റേജിലുള്ളവരെ നമുക്കിപ്പം വേണം. സോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഗിറ്റ് സ്റ്റാഷ് പോപ്പ് അത് തിരിച്ചു വന്നു. സോ നമുക്ക് ഇനി ഒന്നെങ്കിൽ ഇതിനെ കമ്മിറ്റ് ചെയ്യാം, അല്ലെ അഗെയിൻ ഇതിൽ ചേഞ്ചസ് വരുത്താം, എന്താന്ന് വെച്ചാൽ ചെയ്യാം. സോ അതാണ് ലൈക്ക് സ്റ്റാഷ് ചെയ്യുന്നത്. ഇനി അഗെയിൻ ഞാൻ ഇതിനെ ആഡ് ചെയ്തിട്ട് അല്ല കമ്മിറ്റ് ചെയ്തില്ല, അഗെയിൻ ഞാൻ സ്റ്റാഷ് ചെയ്യുക. സോ നെയിംസ് പോയി. ലെറ്റ്സ് സേ എനിക്കിനി അത് വേണ്ട, അതായത് ഞാൻ സ്റ്റാഷ് ചെയ്ത് വെച്ചു, പക്ഷെ അതിന്റെ ഉപയോഗം എനിക്ക് ഇല്ലാന്ന് ഇപ്പൊ മനസ്സിലായി. ലൈക്ക് എനിക്ക് ആ ഫയൽസ് വേണ്ട, സ്റ്റാഷ് ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. സോ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്റെ സ്റ്റാഷ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിറ്റ് സ്റ്റാഷ് ക്ലിയർ, എന്നിട്ട് അന്ന് ചെയ്യുമ്പോഴത്തേക്ക് അത് ക്ലിയർഡ് ആയി. ഇനിയിപ്പോ അത് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ചുമ്മാ പോപ്പ് ചെയ്ത് നോക്കാം. ചെയ്യുമ്പോഴത്തേക്ക് നോ സ്റ്റാഷ് എൻട്രീസ് ആർ ഫൗണ്ട്, ബട്ട് ആക്ച്വലി നമ്മുടെ names.txt സ്റ്റാഷിൽ ഉണ്ടായിരുന്നായിരുന്നു. ഈ കമാൻഡ് ഇട്ടപ്പോഴത്തേക്ക് അത് ക്ലിയർഡ് ആയി. ഓക്കെ, സോ ദാറ്റ് ഇസ് സ്റ്റാഷ്. സ്റ്റാഷ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 3 കമാൻഡ്സ് സ്റ്റാഷിൻ്റെ കൂടെ വരുന്നത്. ആദ്യം ആഡ് ചെയ്യുക, ഗിറ്റ് സ്റ്റാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേജിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ഫയൽസിനെ എല്ലാം നമ്മൾ ബാക്ക് സ്റ്റേജിലോട്ട് വിട്ടു. ഓക്കെ, പോയി, അതവിടെ സേവ്ഡ് ആയിരിക്കും, ബട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ അത് റിട്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിറ്റ് സ്റ്റാഷ് പോപ്പ് ചെയ്യും, പോപ്പ് എന്ന് പറയണം. പോപ്പ് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി ബാക്ക് സ്റ്റേജിലുള്ളവരെ ഫ്രണ്ട് സ്റ്റേജിൽ കൊണ്ടുവന്നു, നമുക്ക് സ്റ്റേജ് ആയിട്ട് കിട്ടി. അല്ല, സ്റ്റേജ് ആയിട്ട് കിട്ടത്തില്ല, നമ്മൾ ഇനി പിന്നെ സ്റ്റേജ് ചെയ്യണം, ഒരു സ്റ്റേജിൽ കയറി വന്നു. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഇൻ കേസ് അവർ തിരിച്ച് വേണ്ട, നമുക്ക് ഫുള്ളി എടുത്ത് കളയാനാണെങ്കിൽ ഗിറ്റ് സ്റ്റാഷ് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഇവിടെ ഇട്ടേക്ക്, ഞാൻ ഇടയ്ക്ക് നോക്കാം, അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് ചോദിച്ചോ, പിന്നില്ല. ഓക്കെ, സോ യെസ്, അത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് ഗിറ്റ്ഹബിലോട്ട് പോവാം. സോ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആയിരിക്കും ഗിറ്റ് ഇനിറ്റ് ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട്, ഗിറ്റ് ആഡ് സ്റ്റേജ് ചെയ്യാനായിട്ട്, ഗിറ്റ് കമ്മിറ്റ് ഹിസ്റ്ററിയിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗിറ്റിന്റെ ഹിസ്റ്ററിയിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ് ഇസ് നമ്മുടെ ഗിറ്റ്ഹബ്. സോ ഗിറ്റ്ഹബിൽ ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊരു അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾ വരുവാണെങ്കിൽ ഇതാ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇവിടെ ജസ്റ്റ് സൈൻ ഇൻ ചെയ്താൽ മതി, വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല. ഒരു യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അല്ല ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അല്ലേ. ഇവിടെ കുറെ കാര്യങ്ങൾ അവർ ചോദിക്കും, അതെല്ലാം ഫിൽ ചെയ്ത് കൊടുത്താൽ മതി, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഒരു ഗിറ്റ്ഹബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഗിറ്റ്ഹബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലൊരു സംഭവമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി, അതായത് നമുക്ക് ഇതിനകത്ത് ആൾക്കാരെ ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവർ ഫോളോ ചെയ്യുന്നവർ എന്തൊക്കെ ചെയ്യുന്നു, അവരുടെ കുറെ അപ്ഡേറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ കുറെ കാര്യമുണ്ട്, ഇതെല്ലാം നമുക്ക് പയ്യെ വരാം. പിന്നെ യെസ്, നമ്മുടെ റിപ്പോസിറ്ററി ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. സോ ഫസ്റ്റ്ലി ലൈക്ക് ഒരു പുതിയ റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതാ ഇവിടെ വന്നിട്ട് ഈ ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലസ് സൈനിൽ ന്യൂ റിപ്പോസിറ്ററി. ഇങ്ങനെ 2 വേസിൽ ലൈക്ക് 2 സ്ഥലത്തുണ്ട്, അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ URL ഒഴിച്ചെടുത്താലും മതി. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് നമുക്കൊരു ഗിറ്റ് റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു നെയിം വേണം. സോ ഗിറ്റ് റിപ്പോസിറ്ററി നെയിം എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ഫോൾഡറിന്റെ നെയിം. സോ നമ്മുടെ ഇപ്പോഴത്തെ ഫോൾഡറിന്റെ നെയിം എന്തായിരുന്നു, ഗിറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തെങ്കിലും നമ്മുടെ പ്രൊജക്ട് എന്താണോ അതിന് നെയിം കൊടുക്കുക. സോ നമുക്ക് ഇവിടെ ലോൺ ഗിറ്റ് എന്ന് കൊടുക്കാം.
വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ആ പ്രൊജക്ട് എന്താണെന്ന്. പബ്ലിക് ആക്കാം, പ്രൈവറ്റ് ആക്കാം. സോ പബ്ലിക് മീൻസ് ആർക്ക് വേണമെങ്കിലും കാണാം. ഇപ്പൊ എന്നെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ആർക്കെങ്കിലും വന്ന് എന്റെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഫോൾഡറിനകത്ത് എന്താ ഉള്ളത്, ഈ റിപ്പോസിറ്ററിക്കകത്ത് എന്താ ഉള്ളത്, അങ്ങനെയെല്ലാം കാണാൻ പറ്റും. ഈ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് എനിക്ക് കാണാം, അല്ലാതെ എനിക്ക് കുറെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും, അവർക്കും കാണാം. അത്രയും പേർക്ക് മാത്രമേ അതിന് ആക്സസ് ഉണ്ടായിരിക്കത്തുള്ളൂ. പിന്നെ ഇങ്ങനെ കുറച്ച് സാധനമുണ്ട്, നമുക്ക് അതൊക്കെ പിന്നെ കാണാം. തൽക്കാലം ഞാൻ പബ്ലിക് ആക്കുക. ക്രിയേറ്റ് റിപ്പോസിറ്ററി. ഓക്കെ, സോ നമുക്ക് ഇതാ ഫസ്റ്റ്ലി കിട്ടുന്ന ഒരു സാധനം എന്താ, ഒരു URL, പിന്നെ നമ്മുടെ URL, പിന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇപ്പൊ എൻ്റെ സിസ്റ്റത്തിൽ കിടക്കുന്ന ഈ ഫയൽസ്, ഇതൊരു ഗിറ്റ് റിപ്പോസിറ്ററി ആണല്ലോ, .git ഉള്ള ഒരു ഗിറ്റ് റിപ്പോസിറ്ററി ആണല്ലോ. ഈ കാര്യങ്ങൾ എൻ്റെ സിസ്റ്റത്തിൽ കിടന്നാൽ വേറൊരാൾക്ക് കാണാൻ പറ്റത്തില്ല, വേറൊരാൾക്ക് ഈ പ്രൊജക്റ്റിൽ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഇവിടെ അപ്ലോഡ് ചെയ്യണം, ഗിറ്റബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. സോ അവർക്ക് ബാക്കിയുള്ളവർക്ക് വന്നിട്ട് കാണാം, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, അവർക്ക് വർക്ക് ചെയ്യാം, അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യാൻ പറ്റും. സോ ഈ സിസ്റ്റത്തിലുള്ള സംഭവത്തിനെ പറയുന്നത് ലോക്കൽ റിപ്പോസിറ്ററി എന്നാണ്, ലോക്കലി കിടക്കുന്ന സംഭവം. ഇനി ഒരു URL വെച്ച് അസോസിയേറ്റ് ചെയ്യുന്ന റിപ്പോസിറ്ററി, സോ ഈ ഒരു പർട്ടിക്കുലർ URL-ലാണല്ലോ ഈ റിപ്പോസിറ്ററി എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ പറയുന്നത് റിമോട്ട് റിപ്പോസിറ്ററി എന്നായിരിക്കും. സോ ഇത് റിമോട്ട് റിപ്പോസിറ്ററി, ഇത് ലോക്കൽ റിപ്പോസിറ്ററി. ഇനി എങ്ങനെ എൻ്റെ ഈ കിടക്കുന്ന ഫയൽസിനെ എനിക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നോക്കാൻ പോണേ. സോ ലൈക്ക് SSH കീ സെറ്റ് ചെയ്യാത്തവർക്ക് അത് ഇപ്പം ഞാൻ എന്തായാലും ലൈക്ക് വേണ്ട, HTTPS ആയിരിക്കും നിങ്ങൾക്ക് കിടക്കുന്നത് ബൈ ഡീഫോൾട്ട്. ബട്ട് ഇത് ഇപ്പം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ആവുന്നതാണ്. HTTPS ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഈ URL അല്ലെന്നുണ്ടെങ്കിൽ ഈ URL നമ്മൾ കോപ്പി ചെയ്യാം. ഓക്കെ, എന്നിട്ട് ടെർമിനലിൽ വരിക, അതായത് നമ്മുടെ റിപ്പോസിറ്ററി എവിടെയാണോ അവിടെ വരിക. എന്നിട്ട് ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ ആൻഡ് ഇത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ എന്തൊക്കെയാ ഗിറ്റ് എന്ന് പറഞ്ഞാൽ ഗിറ്റ് റിപ്പോസിറ്ററി, ആ ഗിറ്റിന്റെ ഗിറ്റ് കമാൻഡ് ആണെന്ന്, റിപ്പോസിറ്ററി അല്ല, ഗിറ്റ് കമാൻഡ് ആണെന്ന് നമ്മൾ ഗിറ്റ് വെച്ചിട്ടാണല്ലോ പറയുന്നത്. സോ ആ ഗിറ്റ് കമാൻഡ്. പിന്നെ റിമോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുക, ഓക്കെ ഞാനൊരു റിമോട്ട് റിപ്പോസിറ്ററി ആണ് ആഡ് ചെയ്യാൻ പോണേ. സോ ആഡ് മീൻസ് ആഡ്. ആൻഡ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് നമ്മുടെ ഗിറ്റ് റിപ്പോസിറ്ററി, അതായത് എൻ്റെ ഒരു ഗിറ്റ് റിപ്പോസിറ്ററി എനിക്കൊരു റിമോട്ട് അതായത് ഇപ്പം ഫോൺ നമ്പർ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാളുടെ പേര് വെച്ചിട്ടല്ലേ ആ ഫോൺ നമ്പർ സേവ് ചെയ്യുന്നത്, എൻ്റെ പേര് വെച്ചിട്ടായിരിക്കില്ല എൻ്റെ ഫോൺ നമ്പർ സേവ് ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ഫോൺ നമ്പർ അഡ്രസ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരാളുടെ പേര് വെച്ചിട്ടായിരിക്കുമല്ലോ. അതുപോലെ ഈ റിമോട്ട് റിപ്പോസിറ്ററിയുടെ അഡ്രസ്സിന് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് കൊടുക്കുന്ന പേരാണ് ഒറിജിൻ. വേറെ എന്ത് വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ നമ്മളിപ്പോ ഇപ്പം തിരിച്ച്, അതായത് ഇപ്പൊ ലോക്കലിൽ കിടക്കുന്നത് അങ്ങോട്ട് ഇടുവല്ലേ, അല്ലാതെ ലൈക്ക് ഗിറ്റബിന്ന് നമ്മൾ ഒരെണ്ണം ലോക്കലിലോട്ട് എടുക്കുവാന്ന് വെച്ചോ, ആ കേസിൽ അതിന് ബൈ ഡീഫോൾട്ട് കിട്ടുന്ന പേര് ഒറിജിൻ ആയിരിക്കും. സോ നമ്മൾ ആ ഒരു കൺവെൻഷൻ ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. സോ ഇതാണ് അതിന്റെ നെയിം. ആൻഡ് നമ്മൾ ആ HTTPS URL-ലൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇനിയിപ്പം ഞാൻ കൊടുക്കും. ഓക്കെ, ഗിറ്റ് റിമോട്ട് -v. ഇത് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ എത്ര റിമോട്ട് റിപ്പോസിറ്ററീസ്, ഏതൊക്കെ ലൈക്ക് റിമോട്ട് ആയിട്ട് എവിടേക്ക് ഇത് കിടപ്പുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരും. സോ അതിന്റെ നെയിം ആൻഡ് ആ അഡ്രസ് എന്താണ്. ഈ ഫെച്ചും പുഷും നമുക്ക് കാണാം കുറച്ച് കഴിയുമ്പോൾ. ബട്ട് ഇത് നെയിം ആൻഡ് അതിന്റെ അഡ്രസ് നമുക്ക് കാണാൻ പറ്റും. സോ ലൈക്ക് ഇഫ് വേറൊരിടത്തും ഇത് കിടപ്പുണ്ട്, ആ കേസും നമുക്ക് കാണാം. സോ മോർ ദാൻ വൺ റിമോട്ട് വരും. ആ ഒരു കേസിൽ നമുക്ക് പേര് കൊടുത്തേക്കുന്നത് എന്താണെന്നൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒറിജിൻ മാറ്റി നമ്മൾ വേറെ എന്തെങ്കിലും ഫാൻസി ആയിട്ട് കൊടുത്തിട്ട് അതിപ്പോ മറന്നു ആയാലും നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇപ്പൊ ഞാൻ റിമോട്ട് റിപ്പോസിറ്ററി അഡ്രസ്സ് കണക്ട് ചെയ്തു. ബട്ട് അഡ്രസ്സ് കണക്ട് ചെയ്യുന്ന വെച്ചിട്ട് ഇപ്പൊ റിഫ്രഷ് ചെയ്താൽ തന്നെ ഇവിടെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. സോ അത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സിങ്ക് ചെയ്യണം, അതായത് ഇതിനെ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഒരു സംഭവം കൂടെ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നതാണ് ഈ പുഷ്. ബേസിക്കലി എന്ന് പറഞ്ഞാൽ പുഷ് ചെയ്യുക മുകളിലോട്ട്, നമ്മുടെ ഗിറ്റബ് റിപ്പോസിറ്ററിയിലോട്ട് നമ്മുടെ ലോക്കൽ ടു റിമോട്ട് പുഷ് ചെയ്യുന്നതിന്, അപ്ലോഡ് ചെയ്യുന്നതിനാണ് പുഷ് എന്ന് പറയുന്നത്. സോ ഗിറ്റ് പുഷ് ഒറിജിൻ ഏത് റിമോട്ടിലോട്ടാണ്, ആൻഡ് ഇതിന്റെ പേര് ബ്രാഞ്ച് എന്നാണ്. സോ നമ്മൾ അതുകൂടെ പറയണം. സോ
പുഷ് ഒറിജിൻ മാസ്റ്റർ. ഓക്കെ, സോ എന്താ ഇത് ഞാൻ മറ്റേ SSH കീ ഉപയോഗിച്ചതുകൊണ്ട് വന്നതാ. ബട്ട് യാ, നമ്മൾ പറയാ ഒരു ന്യൂ ബ്രാഞ്ച് മാസ്റ്റർ മാസ്റ്റർ. ഇനിയിപ്പം ഇവിടെ വന്ന് ഞാൻ റിഫ്രഷ് ചെയ്താല് യെസ്, എൻ്റെ file.txt new.txt രണ്ട് ഫയൽസ് ഇവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. നമ്മുടെ എങ്ങനെയാണോ സിസ്റ്റത്തിൽ കിടന്നത് അതുപോലെ കിടപ്പുണ്ട്. ആൻഡ് ഇവിടെ കമ്മിറ്റ്സ് നോക്കാം, 4 കമ്മിറ്റ്സ് ഉണ്ട് ടോട്ടലി എനിക്ക്. ക്രിയേറ്റഡ് എ ന്യൂ ഫയൽ, അപ്ഡേറ്റഡ് ഫയൽ, അങ്ങനെ നമ്മൾ കൊടുത്ത 4 കമ്മിറ്റും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇത് എടുക്കുവാണെങ്കിൽ വൺ ഫയൽ ചേഞ്ച്, ലൈക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തേക്കുമായിരുന്നു, empty ഫയൽ. അത് നമുക്ക് കാണാൻ പറ്റും. അപ്ഡേറ്റഡ് ഫയൽ, ഇവിടെ നമുക്ക് ഗ്രീൻ കളർ കാണാൻ പറ്റും, ബിക്കോസ് ഞാൻ ഒരു അഡീഷൻ നടത്തിയല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലും ഡിലീഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് റെഡിൽ കാണിക്കും. ലൈക്ക് ആദ്യം ഞാൻ കാണിച്ച പോലെ നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഒരു ഫയലിനെ ഗിറ്റ്ഹബിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക. റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ URL എടുക്കുക. എന്നിട്ട് അതിനെ നമ്മുടെ ലോക്കലിൽ വന്നിട്ട് ലൈക്ക് റിമോട്ട്, നമ്മുടെ ഗിറ്റ് റിപ്പോസിറ്ററിയിൽ ഒരു റിമോട്ട് റിപ്പോസിറ്ററി ആയിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനെ പുഷ് ചെയ്യുക. ഓക്കെ, പുഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിവിടെ വരും. ഇത്രയും കാര്യമാണ് ഉള്ളത്. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും അതിൽ? ഒന്നുമില്ലേ? ഓക്കെ, ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാം. ഇനി മാസ്റ്റർ. സോ ഞാൻ ആദ്യം പറഞ്ഞു മാസ്റ്റർ ലൈക്ക് ബ്രാഞ്ച് ആണെന്ന് കുറച്ച് മുമ്പേ പറഞ്ഞല്ലേ. സോ എന്താണ് ബ്രാഞ്ച്, എന്തിനാ ബ്രാഞ്ച് എന്നൊക്കെ നമുക്കിനി നോക്കാം. സോ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വെബ്സൈറ്റ് ഞാൻ എടുത്തേക്കുന്നത്. സോ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓരോ കമ്മിറ്റിനെ എന്തുകൊണ്ടാണ് ഒരു നമ്മളൊരു ട്രീ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ആൻഡ് ട്രീ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇപ്പം ലൈക്ക് ഒരു ചേഞ്ച് ഞാൻ വരുത്തുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ബ്രാഞ്ചസ് വേണ്ട, അല്ലെ എന്തിനാ ബ്രാഞ്ച് എന്ന് നെയിം ചെയ്തേക്കുന്നത് നമുക്കിപ്പോ കാണാം. സോ ഞാൻ കുറച്ച് കമ്മിറ്റ് ചെയ്യുക. ഇപ്പൊ ബേസിക്കലി ഒരു റെപ്രസെന്റേഷൻ നടത്തുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഓരോ കമ്മിറ്റിനെയും അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ലൈക്ക് എനിക്ക് 4 കമ്മിറ്റ്സ് ഉണ്ട്. മെയിൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ല, മെയിൻ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ആണ്. ലൈക്ക് മാസ്റ്റർ എന്നാണ് എനിക്ക് ഇവിടെ ഉള്ളത് അല്ലേ. അതെന്താണെന്ന് വെച്ചാല് നമ്മൾ കുറച്ച് ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടിയിട്ട്, നേരത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രാഞ്ചിന്റെയും പേര് ലൈക്ക് ഡീഫോൾട്ട് ബ്രാഞ്ചിന്റെ പേര് മാസ്റ്റർ എന്നായിരുന്നു. പക്ഷെ അത് പിന്നെ നമ്മുടെ ഗിറ്റ്ഹബ് മാറ്റി മെയിൻ എന്നാക്കി. ലൈക്ക് പേര് മാറ്റി മെയിൻ എന്നാക്കി. ബിക്കോസ് മറ്റേ മാസ്റ്റർ സ്ലേവ് ആ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ എന്നാക്കി. പക്ഷെ സ്റ്റിൽ നമ്മുടെ ഗിറ്റിന്റെ ഡിഫോൾട്ട് ബ്രാഞ്ച് മാസ്റ്റർ എന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പുഷ് ചെയ്തപ്പോഴത്തേക്ക് അത് മാസ്റ്റർ എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. നമുക്ക് വേണേൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ബട്ട് ഇവിടുന്ന് ഇപ്പം ഞാനൊരു ഫയൽ ലൈക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം അവിടെ നിന്ന് ഇങ്ങോട്ട് പുഷ് ചെയ്യുന്ന, ഇവിടെ നിന്നായിരുന്നു ആദ്യം ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഡീഫോൾട്ട് നെയിം മെയിൻ എന്നായിരുന്നേനെ. ഓക്കെ, സോ മെയിൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് ബ്രാഞ്ചിന്റെ നെയിംസ് ആയിരിക്കും. അത് ഏത് വേണേലും ആവാം. ലൈക്ക് ചിലപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ഇതിൽ വന്ന് നോക്കുമ്പോൾ മാസ്റ്റർ എന്ന് കാണാം. വേറൊരു ഫോൾഡർ എടുത്ത് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ അതിൽ മെയിൻ എന്നായിരിക്കും കാണുന്നത്. അത് ഡിഫറൻസ് ഒന്നുമില്ല, ഡീഫോൾട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി ബ്രാഞ്ചിന്റെ യൂസ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഈ svelte എന്ന് പറയുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ലൈബ്രറി അല്ല, ഒരു സംഭവമാണ്. ഓക്കെ, അപ്പം ഇതിൽ നോക്കുവാണെങ്കിൽ 24 ബ്രാഞ്ചസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, മൾട്ടിപ്പിൾ ബ്രാഞ്ചസ്. ഓക്കെ, ഒരെണ്ണം ഫംഗ്ഷണൽ, ഓരോ നെയിംസ്, ആനിമേഷൻ, സ്നാപ്ഷോട്ട്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെന്തിനാന്ന് വെച്ചാൽ ഈ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ച് ഉണ്ടല്ലോ, ഈ ബ്രാഞ്ച് ആയിരിക്കും വർക്കിംഗ് ആയിട്ടുള്ളത്. അതായത് ഈ svelte നമ്മൾ വെബ്സൈറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി, ഫ്രണ്ട് എൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതൊരു കമ്പൈലറാണ് ബേസിക്കലി. അതുകൊണ്ട് ഞാൻ ആദ്യം ഫ്രെയിം വർക്ക് എന്നാ പറയാൻ വന്നത്. യെസ്, അപ്പം ഈ ഒരു സംഭവം മാസ്റ്റർ ബ്രാഞ്ചിൽ കിടക്കുന്നതാണ് വർക്കിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നോക്കി അറിയാം
438 ആൾക്കാർ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് 3 days ago വരെ ഇതിനകത്ത് ചേഞ്ചസ് വരുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഒരാള് വന്നിട്ട് ഡയറക്ട്ലി എൻ്റെ ഈ മാസ്റ്ററിലോട്ട് വന്നിട്ട് ചേഞ്ച് ചെയ്തു എന്ന് വെച്ചോ, കോഡ് എന്തൊക്കെയോ മാറ്റം വരുത്തി ഇതിനകത്തൊരു പുഷ് ചെയ്തു, ആൻഡ് അതിൽ ബഗ്സ് ഉണ്ടായിരുന്നു. അപ്പം സ്വെൽറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് വരെ അത് അഫക്ട് ചെയ്യും. ബിക്കോസ് ഇതല്ലേ ഇപ്പം അപ്പായിട്ടിരിക്കുന്ന സാധനം, അതിൽ ബഗ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും അത് അഫക്ട് ചെയ്യും. അപ്പം അത് പ്രോപ്പർലി ബാക്കിയുള്ള ആൾക്കാർ റിവ്യൂ ചെയ്ത് പ്രശ്നമൊന്നും ഇല്ല എന്നറിഞ്ഞാൽ മാത്രമേ ഇതിനകത്തോട്ട് മെർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിനുവേണ്ടിയാണ് ഈ ബ്രാഞ്ച് ഉപയോഗിക്കുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കിയ ഇഷ്യൂസ് എന്നിട്ടുള്ള കാര്യം അറിയാം. അതായത് ഈ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന വെച്ചോ, ലൈക്ക് നമ്മളെല്ലാം എപ്പോഴും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പൊ കുറെ ഇഷ്യൂസ് ഒക്കെ കാണും. അപ്പൊ ആ കാര്യങ്ങൾ ഇതാ ഇപ്പൊ ഇതൊരു ഇഷ്യൂ ആ, ഇത് ഓരോന്നും ഓരോ ആൾക്കാർ കൊണ്ടുവന്നിടുന്ന ഇഷ്യൂസാ. അപ്പം മേ ബി ഈ ഒരു ഇഷ്യൂന് റിസോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഉണ്ടാക്കും. സോ ആ ബ്രാഞ്ചിന് എനിക്ക് എന്ത് വേണമെങ്കിലും പേര് കൊടുക്കാം, റിലേറ്റഡ് ടു ആ ഒരു ഇഷ്യൂ ബ്രാഞ്ച് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ആ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ അതിൽ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ബ്രാഞ്ചിൽ ഉള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ബ്രാഞ്ച് ഈ മാസ്റ്റർ ബ്രാഞ്ചും കൂടെ മെർജ് ചെയ്യും. സോ അതിപ്പോ കാണിക്കാനാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു ഒരു കാര്യം ഒരു ഫീച്ചർ ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യമേ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യും, ഫീച്ചർ. ഓക്കെ, സോ ഇവിടെ കാണാം ഈ ഗിറ്റ് ബ്രാഞ്ച് എന്ന് കൊടുക്കുന്ന കമാൻഡ് വെച്ചിട്ട് എനിക്കൊരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യും. അപ്പം ബേസിക്കലി ഇത്രയും കമ്മിറ്റ്സിന്റെ ഈ 4 കമ്മിറ്റ്സിന്റെ എക്സാക്ട് കോപ്പി തന്നെ ആയിരിക്കും ഈ ഫീച്ചറിലും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ സ്റ്റാർ കണ്ടോ, സ്റ്റാർ മീൻസ് നമ്മൾ ഏത് ബ്രാഞ്ചിലാണോ കറണ്ടായിട്ട് ഇരിക്കുന്നത് ഇനി കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റാർ. ഇപ്പൊ നമ്മൾ കറന്റ് ഇരിക്കുന്നത് മെയിൻ ബ്രാഞ്ചിലാണ്. ഇനി എനിക്ക് ഫീച്ചറിലോട്ട് മാറിയിട്ട് വേണം ഞാൻ എൻ്റെ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ, എന്നിട്ടേ എനിക്കത് മെയിനിലോട്ട് ഇടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അപ്പം നമ്മൾ ആ ഫീച്ചർ ബ്രാഞ്ചിലോട്ട് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചെക്ക്ഔട്ട്, ഗിറ്റ് ചെക്ക്ഔട്ട്, ആ ബ്രാഞ്ചിന്റെ പേര് ഫീച്ചർ. ഓക്കെ, ഇപ്പൊ ആ സ്റ്റാർ മാറി നമുക്ക് കാണാം. ഇനി ഞാൻ പറയാം ഗിറ്റ് കമ്മിറ്റ്. സോ മെയിൻ അവിടെ തന്നെ, പക്ഷെ എൻ്റെ പുതിയ കമ്മിറ്റ് ചേഞ്ച് ഉണ്ടായത് ഈ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചിൽ മാത്രമാണ്. വേറെ ഞാൻ ലൈക്ക് 2 കമ്മിറ്റ് ഇട്ടു, അപ്പോഴത്തേക്ക് ലെറ്റ്സ് എന്റെ ഫീച്ചർ സെറ്റായി. ഓക്കെ, 2 കമ്മിറ്റും കൊണ്ട് എന്റെ ഫീച്ചർ സെറ്റായി. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇവിടെ കാണാം എത്ര 488 ഇഷ്യൂസ് ഉണ്ട്. അപ്പം മൾട്ടിപ്പിൾ ആൾക്കാർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ഫീച്ചറിൽ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് വേറൊരു ഫീച്ചറിൽ വർക്ക് ചെയ്തിട്ട് അത് റിവ്യൂ ചെയ്തിട്ട് അത് മെയിനിലോട്ട് മെർജ് ചെയ്തു, അതായത് മെയിനുമായിട്ട് സെറ്റ് ആക്കി. അപ്പം അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ അതിന്റെ ഒരു സിറ്റുവേഷൻ ഞാൻ ഇവിടെ കാണിക്കുവാണെങ്കിൽ മെയിന് വന്നു, എന്നിട്ട് ഗിറ്റ് കമ്മിറ്റ്. ഓക്കെ, ലെറ്റ്സ് സേ ഈ ഒരു പുതിയ കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ആ പുള്ളി ചെയ്ത പുതിയ ചേഞ്ചാണ്, അതായത് സെറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ഇതില്. പക്ഷെ ഇപ്പൊ കാണല്ലോ എങ്ങനെ അത് ബ്രാഞ്ച് ഔട്ട് ആയെന്ന്. ഞാൻ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുക, ഇവിടെ വേറൊരു ചേഞ്ച് ഓൾറെഡി ആയി. സോ ഇവിടെ എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും പുതിയ ചേഞ്ചസ്, മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ടാക്കി ഇങ്ങനെ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി വർക്ക് ചെയ്തോണ്ടിരിക്കാം. അത് സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും. സോ മെർജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഗിറ്റ് മെർജ്. യെസ്, അത് അടുത്ത കമ്മിറ്റ് ആയിട്ട് ഇങ്ങനെ വരും. അതായത് ഈ 4 and 5 ഉണ്ടായിരുന്ന ചേഞ്ചസ് കമ്മിറ്റ് 7 ആയിട്ട് മെർജായി. സോ നമ്മുടെ മെയിൻ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ടോട്ടലി അപ്ഡേറ്റഡ്. ഇനി വേറൊരാൾ ഒരു ഫീച്ചർ ആഡ് ചെയ്യുന്നുണ്ട്, അയാളുടെയും റിവ്യൂഡ് ആണ്, ചെക്ക്ഡ് ആണ്, എറർ ഒന്നും ഇല്ല, ബഗ് ഒന്നും ഇല്ല, നമുക്ക് മെർജ് ചെയ്യാം. അങ്ങനെ ആയിരിക്കും ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ആൻഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ, ലൈക്ക് ബഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് ഫുൾ ഓക്കെ ആണെന്ന് അറിഞ്ഞാൽ മാത്രം ഇങ്ങോട്ട് മെർജ് ചെയ്താൽ മതി. സോ അതാണ് ബ്രാഞ്ചസിന്റെ ഉപയോഗം. ആൻഡ് നമ്മൾ എപ്പോൾ കൊളാബറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്താലും നമ്മൾ ഒരിക്കലും മെയിനിൽ, ഇവൻ ഇപ്പൊ നമ്മൾ ഒരിക്കലും മെയിനിൽ കൊണ്ടുപോയിട്ട് ചേഞ്ച് ചെയ്യരുത്. എപ്പോഴും ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുക, ആ ബ്രാഞ്ചിന്റെ നെയിമും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീച്ചർ ആണോ, ബഗ് ആണോ, ഇഷ്യൂ ആണോ, എന്താണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള നെയിം കൊടുക്കുക. കമ്മിറ്റ്സും റീസണബിൾ ആയിരിക്കണം, നമുക്ക് നോക്കിയാൽ മനസ്സിലാവണം എന്താ കമ്മിറ്റ് ചെയ്യുന്നതെന്ന്, ആ ഒരു രീതിയിൽ. ഓക്കെ, സോ ഇതാണ് ബ്രാഞ്ചസ്. സോ യെസ്, ആൻഡ് ഈ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ഇപ്പം അത് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനാണെങ്കിൽ, റൈറ്റ് നൗ ഞാൻ ഇരിക്കുന്ന ബ്രാഞ്ചസ് മാസ്റ്റർ, റൈറ്റ്. സോ ഞാൻ ഗിറ്റ് ചെക്ക്ഔട്ട് ആദ്യം ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യണം, ടെസ്റ്റ് ചുമ്മാ. ഓക്കെ, ഇപ്പൊ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ മാസ്റ്ററിലാണ് ഇരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ചെക്ക്ഔട്ട്. സോ ഗിറ്റ്
ചെക്ക്ഔട്ട് ടെസ്റ്റ്. അപ്പോൾ ഇതാ എൻ്റെ ബ്രാഞ്ച് നെയിം ഇവിടെ മാറിയെന്ന് എനിക്ക് കാണാം, ടെസ്റ്റ് ആയിട്ട് മാറി. ഇനി ഞാൻ ലൈക്ക് സേ ഒരു പുതിയ ഫയൽ ആഡ് ചെയ്യാം. ടച്ച് ഓക്കെ, ഗിറ്റ് ആഡ് ക്രിയേറ്റ് എ ടെസ്റ്റ് ഫയൽ. ഇനി ഇപ്പൊ ഞാൻ ടെസ്റ്റിലിരിക്കുക, കമ്മിറ്റഡ് ആണ്, എല്ലാം വർക്കിംഗ് ട്രീ ഈസ് ക്ലീൻ അല്ലേ, നമുക്ക് നോക്കാം. വർക്കിംഗ് നത്തിങ് ടു കമ്മിറ്റ്, എല്ലാം ക്ലീൻ ആയിട്ട് ഇരിക്കുക. അപ്പം എനിക്കിനി തിരിച്ച് മെയിനിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ സോ എനിക്ക് എന്ത് ചെയ്യാം, ഗിറ്റ് ചെക്ക്ഔട്ട് മെയിൻ, അവിടെ പോയാൽ സോറി മാസ്റ്റർ അല്ലേ, മാസ്റ്ററിൽ പോയി. മാസ്റ്ററിൽ പോകുമ്പം ആ കമ്മിറ്റ്സ് ഒന്നും ഇല്ല. അപ്പം മാസ്റ്ററിൽ കിടക്കുന്നത് നേരത്തെ കാര്യമായിരുന്നു, ഫയലും ഇതേ ഉള്ളൂ. ആ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചിലാണ് നമ്മുടെ പുതിയ ഫയൽ ഉള്ളത്. ഇനി ഇതിനെ എങ്ങനെ മേർജ് ചെയ്യും അത് നമുക്ക് കാണാം. സോ അതിന് മുമ്പേ എനിക്ക് ആ ടെസ്റ്റും കൂടെ ഞാൻ ഗിറ്റബിലോട്ട് പുഷ് ചെയ്യാൻ പോണേ. അപ്പോ ഗിറ്റ് ചെക്ക്ഔട്ട് ടെസ്റ്റ്, ഗിറ്റ് പുഷ് ഒറിജിൻ. ഒറിജിൻ ഇനി കൊടുക്കേണ്ട നെയിം ഇസ് ടെസ്റ്റ്, മാസ്റ്റർ അല്ല, ബിക്കോസ് എനിക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചിലെ ചേഞ്ചസ് ആണ് പുഷ് ചെയ്യേണ്ടത്. സോ ഗിറ്റ് കമാൻഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഗിറ്റ് പുഷ് ചെയ്യുക, ഒറിജിനിലോട്ട് പുഷ് ചെയ്യുക, ഏത് ബ്രാഞ്ചാണ്, ടെസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാഞ്ച്. അപ്പോ ഇനി ഞാൻ ഇവിടെ വന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ അല്ലല്ലോ, ലോൺ ഗിറ്റ്. ഇവിടെ ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ടെസ്റ്റ് ഹാസ് 2 ബ്രാഞ്ചസ് ആയി. ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് കമ്പയർ ആൻഡ് പുൾ റിക്വസ്റ്റ്. ഓക്കെ, സോ ഇനി പുൾ റിക്വസ്റ്റ് എന്താണ്? സോ പുൾ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പം 2 ബ്രാഞ്ച് ഉണ്ട് അല്ലേ, മാസ്റ്ററും ടെസ്റ്റും. എനിക്ക് ടെസ്റ്റിലെ ചേഞ്ചസ് മാസ്റ്ററിലോട്ട് മേർജ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിനെ നമ്മൾ റിവ്യൂ ചെയ്ത് അതൊക്കെ സെറ്റ് ആണെന്ന് നോക്കണം. അപ്പം ഈ ബഗ്, ഇതൊരു ബഗ് ആയിരുന്നു വെച്ചോ, അത് ഫിക്സ് ചെയ്തത് ഞാനാ. ഓക്കെ, ഈ റിപ്പോർട്ടിന്റെ ഓണർ വേറൊരാളാണ്, അയാളാണ് ചെക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പുൾ റിക്വസ്റ്റ് ഇടും. നമ്മളിവിടെ കാര്യം പറയും എന്താണ് ഞാൻ ചെയ്തത്, ആൻഡ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കാം എന്താ ചെയ്യുന്നൊക്കെ പറയണത്. ഞാൻ ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാല് ഇവിടെ ഒരു ഇതായിട്ട് വരും, അതായത് ഞാൻ ഇങ്ങനൊരു ചേഞ്ച് വരുത്തി, ആ ചേഞ്ച് എന്താണെന്ന് എനിക്ക് കമ്മിറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, ഒരു പുതിയ empty ഫയൽ ക്രിയേറ്റ് ചെയ്തു, അതായിരുന്നു എൻ്റെ ചേഞ്ച്. ആൻഡ് ഇത് അവർക്ക് ക്ലോൺ ചെയ്തിട്ട് അവരുടെ സിസ്റ്റത്തിൽ റൺ ചെയ്ത് നോക്കാം പ്രശ്നമുണ്ടോ, എല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രശ്നമൊന്നും ഇല്ല, എല്ലാം സെറ്റ് ആണെന്നുണ്ടെങ്കിൽ മെർജ് പുൾ റിക്വസ്റ്റ് കൊടുക്കാം. സോ കൺഫേം മെർജ്, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ test.txt എന്നും പറഞ്ഞിട്ട് ഒരു പുതിയ ഫയൽ ക്രിയേറ്റഡ് ആയി. ഓക്കെ, ഇവിടുത്തെ മാസ്റ്റർ ബ്രാഞ്ചിൽ നേരത്തെ ഇല്ലായിരുന്നു. ആൻഡ് ഇവിടുത്തെ ഇപ്പൊ കമ്മിറ്റ്സ് 6 ആയി. എന്താ നേരത്തെ നോക്കുവാണെങ്കിൽ യെസ്, ക്രിയേറ്റഡ് ടെസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ കമ്മിറ്റ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ആ പുൾ റിക്വസ്റ്റ് മെർജ് ചെയ്തല്ലോ, അതും ഒരു കമ്മിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. സോ നമുക്ക് ടോട്ടലി 6 ഫയൽസ് ഇവിടെ സോറി 6 കമ്മിറ്റ്സ് ഇവിടെ ഉണ്ടായി ഓരോരോ. ഇനിയിപ്പം തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ ആ കമ്മിറ്റിന്റെ ID എടുക്കുക, ഗിറ്റ് റീസെറ്റ് ചെയ്യുക, ബാക്കിലോട്ട് വരിക, അത്രേ ഉള്ളൂ. ഇനി വേറെ കുറച്ച് കാര്യം കൂടെ എനിക്ക് പുൾ റിക്വസ്റ്റിന് ഇവിടെ കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ ലെറ്റ്സ് സേ അത് മെർജ് ചെയ്യുന്നതിന് മുമ്പേ കാണിക്കണ്ടായിരുന്നു, ബട്ട് കുഴപ്പമില്ല, നമുക്കൊന്നുകൂടെ PR ഇടാം. ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയോ ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, സേവ്. ആൻഡ് ഇവിടെ ഗിറ്റ് ആഡ് ഓക്കെ, 1 ഫയൽ ചേഞ്ച് 5 ഇൻസേർഷൻസ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിനെ പുഷ് ചെയ്യുവാണ്. ടെസ്റ്റ് ഓക്കെ, റിഫ്രഷ് ചെയ്താൽ
വെയിറ്റ്, വന്നില്ലേ ചേഞ്ച്? വന്നു test.txt. ഇത്രയും ചേഞ്ച് വന്നു. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി എന്താ ഒരു PR ഇടാം അല്ലേ? സോ പുൾ റിക്വസ്റ്റ്. ഓക്കെ, പുതിയ പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഇത്രയും ചേഞ്ചസ് വരുന്നത്. ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് കൊടുക്കുക. നമ്മൾ മുമ്പേ ചെയ്ത സംഭവം തന്നെ. ഓക്കെ, ഇവിടെ ഇപ്പം ഒരു കമ്മിറ്റ് അല്ലേ ഉള്ളത്. ഇനി ഞാൻ ഈ PR ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിസൈഡ് ചെയ്തു ഓക്കെ എനിക്ക് വേറെ കുറച്ച് ചേഞ്ചസ് കൂടെ വരുത്തണം. ആൻഡ് ഞാൻ new.txt കുറെ കണ്ടന്റ് ആഡ് ചെയ്യും. എന്തൊക്കെയോ കണ്ടന്റ്സ് ആഡ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഞാൻ ആഡ് ചെയ്യും. added contents in new.new and git test. Okay. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ എന്താ കാണാൻ പറ്റുന്നത്? അതിന് അടിയിലായിട്ട് നമ്മുടെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത പുതിയ കമ്മിറ്റും കൂടെ വന്നു. സോ ലൈക്ക് ഇത് നമ്മളൊരു PR ഓപ്പൺ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മൾ വരുത്തുന്ന കമ്മിറ്റ്സ് എല്ലാം ഇവിടെ ഇങ്ങനെ ആഡഡ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ മുമ്പ് മേർജ് ചെയ്തായിരുന്നല്ലോ. സോ ആ മേർജ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് ഞാൻ വരുത്തുന്ന കമ്മിറ്റ്സ് ഒന്നും അതിന്റെ പാർട്ടായിട്ട് വരത്തില്ല. ലൈക്ക് PR ഓപ്പൺ ആണ്, മേർജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് വരുത്തുന്ന ചേഞ്ചസും എല്ലാം ഇവിടെ ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഒരു കാര്യം. ഇനിയിപ്പോ എനിക്ക് ലൈക്ക് ഞാൻ പറയാം, എന്നെ രണ്ട് ഇഷ്യൂസ് എനിക്ക് അസൈൻഡ് ആണെന്ന് വെച്ചോ. ഓക്കെ, ടു എൻറ്റയർലി ഡിഫറെന്റ് തിങ്സ്. അപ്പം ഞാൻ അത് രണ്ടും കൂടെ ഒരു ബ്രാഞ്ചിൽ എടുത്ത് ചെയ്യരുത്. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഫസ്റ്റ് കാര്യം ചെയ്തു തീർത്തു. ഞാൻ PR ഇട്ടു, ഇവിടെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. എന്നിട്ട് ഞാൻ അടുത്ത ബ്രാഞ്ച് ഉണ്ടാക്കാതെ ആ സെയിം ബ്രാഞ്ചിൽ ഇരുന്ന് ചെയ്യുവാണെങ്കിൽ കമ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു PR-ന്റെ അടിയിൽ, ബിക്കോസ് ഈ ഒരു സംഭവം നമ്മുടെ ഫസ്റ്റ് ഇഷ്യൂ റിലേറ്റഡ് ആയിരിക്കണം. പക്ഷെ ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഇതിൽ തന്നെ വരും. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് രണ്ട് ഇഷ്യൂ ഒരു PR-ൽ വരും. അപ്പൊ അത് റിവ്യൂ ചെയ്യാനൊക്കെ പാടാം. അപ്പൊ അതിലും എന്ന് വെച്ചാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് ഒരു PR യൂസ് ചെയ്യുക, അല്ലെ ഒരു ബ്രാഞ്ച് യൂസ് ചെയ്യുക. അങ്ങനെ എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യുക. യെസ്, അപ്പം അതുകൊണ്ട് തന്നെ അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്യുന്നത്. ലൈക്ക് ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിന് ഒരു ബ്രാഞ്ച്, അടുത്ത ഇഷ്യൂവിന് നമ്മൾ വേറെ ബ്രാഞ്ച് എടുക്കുക, അത്രേ ഉള്ളൂ. ബ്രാഞ്ച് ഉണ്ടാക്കുന്ന വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇനിയിപ്പം എനിക്കിപ്പം ഇനിയിപ്പം അറിയാതെ ഞാൻ അങ്ങനെ വല്ലതും ചെയ്തെന്ന് വെച്ചോ, അതായത് ഈ PR-ൽ വരണ്ടാത്ത ഒരു കാര്യം എൻ്റെ ഇതിൽ വന്നു. സോ ഈ ആഡഡ് കണ്ടന്റ്സ് ഇൻ ന്യൂ അതെനിക്ക് ആക്ച്വലി PR-ലൂടെ വരണ്ടല്ലായിരുന്നു, എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ git log അടിക്കുക. ഇതല്ലേ വേണ്ടാത്തെ, സോ ഇതെടുക്കുക. അതായത് ആ ഒരു ID നമ്മൾ കോപ്പി ചെയ്യാം. git reset എന്നിട്ട് എന്തായിരുന്നു git status അടിച്ചാൽ പ്രശ്നമൊന്നുമില്ല, ക്ലിയർ. git push origin, ഇനി origin test ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്, അതാ ഞാൻ യെസ്. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് git push origin test എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ കൂടെ നമ്മളൊരു -f കൊടുത്തു. അതെന്താന്ന് വെച്ചാല് നമ്മുടെ ഹിസ്റ്ററിയിലുള്ള ഒരു കാര്യം, ഒരു കമ്മിറ്റിനെ എടുത്ത് ലോക്കലിൽ നിന്ന് മാറ്റി, അല്ലെ, ഒരു കമ്മിറ്റിനെ എടുത്ത് ലോക്കലിൽ നിന്ന് മാറ്റി. അപ്പം പക്ഷെ അതിനെ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ വേറൊരു റിപ്പോസിറ്ററി ആയിട്ട് മുകളിൽ കിടക്കുക. അപ്പൊ നമ്മൾ ചുമ്മാതെ ആ -f ഇല്ലാതെ പുഷ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ അവർ പറയും ലൈക്ക് ഇത് രണ്ടും സെയിം അല്ല, ഒരു കമ്മിറ്റ് കൂടെ ഉണ്ട്, അത് നിങ്ങൾ പുള്ളി എന്നുള്ള രീതിയിൽ പറയും. അതായത് അവർ ചുമ്മാ അങ്ങ് അതിനെടുത്ത് കളയത്തില്ല, നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണെന്നേ വിചാരിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ -f ഇടും. സോ -f മീൻസ് ഫോഴ്സ്ഫുള്ളി പറയുക, ലൈക്ക് ആ ഒരു ലാസ്റ്റ് കമ്മിറ്റിന്, അതായത് ഇപ്പോഴത്തെ ഹിസ്റ്ററി എന്താണോ ആ ഹിസ്റ്ററി ആക്കി മാറ്റുക എന്ന് പറഞ്ഞിട്ടാ നമ്മൾ ഈ -f ഇടുന്നത്. സോ ആ ഒരു കമ്മിറ്റ് അപ്പൊ നമുക്ക് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. -f എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് അപ്ഡേറ്റ്, ഫോഴ്സ്ഫുള്ളി അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നു.
ഓക്കെ, സോ PRs റിലേറ്റഡ് അത്രേ ഉള്ളൂ. PRs ആൻഡ് ബ്രാഞ്ചസ്. ഡൗട്ട്സ് ഒന്നുമില്ല? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം നോക്കാം. സോ അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കാണിച്ചതെല്ലാം എന്ന് പറഞ്ഞാൽ എൻ്റെ റിപ്പോസിറ്ററിയിൽ വർക്ക് ചെയ്യല്ലേ. സോ ഇത് എൻ്റെതാ, എൻ്റെ ഫയൽ, ലൈക്ക് എൻ്റെ റിപ്പോ എനിക്ക് ഫുൾ ആക്സസ് ഉണ്ട്, എനിക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ചെയ്യാം. പക്ഷെ വേറൊരാളുടെ ഇതെടുക്കുമ്പം അങ്ങനെയല്ലല്ലോ. ഐ മീൻ വേറൊരു, ഇപ്പം ഞാൻ സ്വെൽറ്റിന്റെ എക്സാമ്പിൾ കാണിച്ചു, അതെന്ന് പറയുമ്പം ആ ഓർഗനൈസേഷനിൽ എനിക്കിപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അതിന്റെ മെമ്പർ അല്ല. സോ അങ്ങനെ ഒരാൾ വന്നിട്ട് അതിനകത്ത് പോയി ചേഞ്ചസ് വരുത്തുക എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ലൈക്ക് നമുക്ക് ഒരു പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ പ്രൊജക്റ്റിൽ വേറൊരാൾ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമായിരിക്കത്തില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വേറൊരാളുടെ റിപ്പോ എങ്ങനെ ആക്സസ് ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ്ലി നമ്മൾ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കും. സോ ഇത് ഞാനിപ്പോൾ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഫോൾഡറാണ്. സോ ഇതെന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് ഫോർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഫോർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പം മൾട്ടിപ്പിൾ ഉള്ളത് കൊണ്ടാണ് എവിടെ അത് ഫോർക്ക് ചെയ്യണം. ഫോർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ആ റിപ്പോസിറ്ററിയുടെ എക്സാക്ട് കോപ്പി നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, എക്സാക്ട് കോപ്പി, അതായത് അവിടെ ഒരു റീഡ്മി ഫയൽ ഉള്ളായിരുന്നു, ഇവിടെ ഒരു റീഡ്മി ഫയൽ മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. അതായത് നോക്കിക്കോ, എൻ്റെ പേരിനടിയിൽ ലൈക്ക് എൻ്റെ പേര് സ്ലാഷ് അവിടെ എന്തായിരുന്നു ആ ഫോൾഡറിന്റെ നെയിം ആ രീതിയിൽ വരും. എന്നിട്ട് ഇവിടെ പറയും ഫോർക്ക് ഫ്രം ലൈക്ക് എവിടെ നിന്നാണോ ഫോർക്ക് ചെയ്തേക്കുന്നത്. സോ എക്സാക്ട് കോപ്പി റെപ്ലിക്ക എടുക്കുന്ന പോലെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇത് എൻ്റെ ഫോൾഡർ ലൈക്ക് എൻ്റെ റിപ്പോ ആണല്ലോ, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ എനിക്ക് ഇതിനെ ക്ലോൺ ചെയ്യാം. ക്ലോൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ ലൈക്ക് നമ്മൾ പുഷ് ചെയ്തപ്പോൾ എന്താ ലോക്കലിൽ ഉണ്ടായിരുന്നത് റിമോട്ടിലോട്ട് കൊടുത്തു. ഇനി റിമോട്ടിൽ നിന്ന് ലോക്കലിലോട്ട് എടുക്കുന്നതിനാണ് ക്ലോൺ എന്ന് പറയാം. സോ ഗിറ്റ് ക്ലോൺ URL. ഓക്കെ, ഇനിയിപ്പം ഞാൻ LS ഇടുവാണെങ്കിൽ കാണാം, ക്യാപിറ്റൽ ഗിറ്റ് എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ, നമ്മളിപ്പം ഫോൾഡർ നമ്മൾ ഇത്ര നേരം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സ്മോൾ ഗിറ്റ് എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഈ സാധനം. ഓക്കെ, നമുക്ക് അതിൽ കയറാം, CD ഗിറ്റ്. ഓക്കെ, ഇത് കണ്ടോ, അതിന്റെ ബ്രാഞ്ച് നെയിം ഇസ് മെയിൻ. അതെന്താന്ന് വെച്ചാല് ഞാൻ ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തത് ഇതിനകത്തൂടായിരുന്നു. ലൈക്ക് ഞാൻ ലോക്കലിൽ എടുത്തിട്ടല്ല, ഡയറക്ട്ലി ഇവിടുത്തെ ഇവിടെ ഒരു ആഡ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പം ബൈ ഡീഫോൾട്ട് ആയിട്ട് മെയിൻ എന്നുള്ളതായിരിക്കും വരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ മെയിൻ വന്നത്. ഓക്കെ, ഇപ്പം മെയിൻ ഉണ്ട്. ഇനി എന്താ ചെയ്യാ? ഓക്കെ, നമുക്ക് ഇതിന്റെ റിമോട്ട് നോക്കാം. ഗിറ്റ് റിമോട്ട് -v. സോ ഇതാ ബൈ ഡീഫോൾട്ട് ഒറിജിൻ എന്നാണ് കിടക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ ലൈക്ക് നമ്മൾ പേര് കൊടുത്തല്ലോ, നമ്മൾ റിമോട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുള്ളി ചെയ്തെടുത്ത സാധനം അല്ലെ, ക്ലോൺ ചെയ്തെടുത്ത സാധനം, പുള്ളല്ല ക്ലോൺ ചെയ്തെടുത്ത സാധനം. അപ്പൊ അതിന് ഡീഫോൾട്ട് ആയിട്ടുള്ള നെയിം ഒറിജിൻ. അതുകൊണ്ട് തന്നെ നമ്മളും ഇവിടുന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ അതിനെ ഒറിജിൻ നമ്മൾ വിളിക്കുന്നത്, തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒരു കൺവെൻഷൻ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ, ഈ ഫോൾഡർ, സോറി ഈ റിപ്പോസിറ്ററി, അതായത് ഇതിന്റെ മെയിൻ റിപ്പോസിറ്ററി. ഇത് എൻ്റെ ഫോർക്കാണ്, ഇതാണ് മെയിൻ അല്ലേ. സോ ഈ മെയിനിന് നമ്മൾ കൊടുക്കുന്ന കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം എന്നതാ. അപ്സ്ട്രീം അപ്സ്ട്രീം എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഇവിടെ ഒറിജിൻ പറയുന്നത് നമ്മുടെ തന്നെ ലൈക്ക് ഫോർക്കിനെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം റിപ്പോസിറ്ററിനെ വിളിക്കും. ബട്ട് ഒറിജിനൽ റിപ്പോസിറ്ററി, ഇങ്ങനെ ഫോർക്കിന്റെ കേസിൽ ഒറിജിനൽ റിപ്പോസിറ്ററിക്ക് നമ്മൾ കൊടുക്കുന്ന അഡ്രസ് നെയിം ആണ് അപ്സ്ട്രീം. സോ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? ഗിറ്റ് remote add upstream URL. ഓക്കെ, ഇനി ഗിറ്റ് റിമോട്ട് -v കൊടുക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒറിജിൻ ഉണ്ട്, അപ്സ്ട്രീം ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. പുഷ് എന്താണെന്ന് കണ്ടു, ഫെച്ച് എന്താണെന്ന് കണ്ടിട്ടില്ല, കുഴപ്പമില്ല. ഓക്കെ, സോ ഇപ്പം നമ്മൾ രണ്ട് അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ ഒറിജിൻ എന്ന് പറഞ്ഞ് കിടക്കുന്നത് എൻ്റെതും അപ്സ്ട്രീം എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഇതുമാണ്. ഓക്കെ, അത്രയും കാര്യം സെറ്റ് ആയല്ലോ. ഇനി ഫോൾഡർ ഓക്കെ തുറക്കുവാണെങ്കിൽ ഈ readme.md എന്നൊരു ഫയൽ ഉണ്ട്. വെയിറ്റ്, ഇതിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതിലൊക്കെ
വെയിറ്റ്, അടിപൊളി. വെയിറ്റ്, അയ്യോ എന്തായിരുന്നു കമാൻഡ്? അല്ല, നമുക്ക് വി എസ് കോഡ് എടുത്ത് എഡിറ്റ് ചെയ്യാം. ഞാൻ വിം കമാൻഡ്സ് മറന്നുപോയി. ഓക്കെ, റീഡ്മി ഫയലിൽ എന്താ ഹലോ വേൾഡ് ഒരു എക്സ്ട്രാ ലൈൻ ഇട്ടു, സേവ് ചെയ്തു. ആൻഡ് ഇവിടെ വന്നിട്ട് നമ്മൾ സ്റ്റേറ്റസ് നോക്കുക. അപ്പോൾ പറയുന്നുണ്ട് മോഡിഫൈഡ് റീഡ്മി ഡോട്ട് എം ഡി. ഇനി ഗിറ്റ് ആഡ് നമ്മുടെ സെയിം സാധനം, ഗിറ്റ് കമ്മിറ്റ് -1 1 ഫയൽ ചേഞ്ച് 2 ഇൻസേർഷൻസ്. ഇനി ഞാൻ ഇതിനെ പുഷ് ചെയ്യുവാണേ. ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ. ഇവിടെ ഒറിജിൻ മെയിനോട്ട് പുഷ് ചെയ്യാം, ബിക്കോസ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ എൻ്റെതാ. അത് ഞാൻ HTTPS എടുത്തോണ്ടതാ. വെയിറ്റ് ഐ തിങ്ക് ഇത് എക്സ്പയർ ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് പറ്റത്തില്ല, ഞാൻ അറിയാതെ എടുത്തതായിരുന്നു. പാസ്വേഡ് തെറ്റിച്ചു. വെയിറ്റ്, ഗിറ്റ് റിമൂവ് ടാഡ് ഒറിജിൻ 1 ആൻഡ് നമുക്ക് പുറത്ത് പോയി SSH കീ എടുക്കാം. എവിടെ git push. ഓക്കെ, ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്താൽ ഓക്കെ, അപ്ഡേറ്റ് റീഡ്മി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നു. ഹലോ വേൾഡ് ആഡായി. ഓക്കെ, ഇത്രയും ചേഞ്ച് ഞാനിപ്പം എൻ്റെ ഇതിനകത്ത് വരുത്തി. ഇനി എനിക്ക് ഇപ്പം ഇതായിരുന്നു എനിക്ക് ചെയ്യേണ്ട അപ്ഡേറ്റ് എന്ന് വെച്ചോ. ഇനി എനിക്കിത് എവിടാ നമ്മുടെ അപ്സ്ട്രീമിലോട്ട് അല്ലെങ്കിൽ ഈ hacklebarity/gitലോട്ട് എനിക്ക് ഞാൻ വരുത്തിയ ചേഞ്ച് കൊടുക്കണം. അപ്പൊ ഞാൻ കൊടുക്കേണ്ട PR എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആണ്. ഓക്കെ, എൻ്റെ റിപ്പോയിൽ നിന്നാണ് ഞാൻ PR കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ കണ്ട PR എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വേറൊരു ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ കൊടുക്കുമായിരുന്നല്ലോ. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇവിടുന്ന് അവിടോട്ട് കൊടുക്കണം. യെസ്, അതാണ് സംഭവം. അപ്പം ഇവിടെ വന്നിട്ട് റിക്വസ്റ്റ് അല്ല, അപ്പുറത്തൊന്നല്ലായിരുന്നു കൊടുക്കണ്ടേ. റിക്വസ്റ്റ് ഓക്കെ, നമ്മുടെ ബേസ് റിപ്പോസിറ്ററി, അതായത് നമുക്ക് എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്, നമുക്ക് കൊടുക്കേണ്ടത് hacklebarity/git അതിന്റെ മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചിലേക്കാണ് എനിക്ക് കൊടുക്കേണ്ടത്. എവിടെ നിന്നാണ് ഞാൻ കൊടുക്കുന്നത്? എൻ്റെ റിപ്പോസിറ്ററിയിലെ മെയിനിൽ നിന്ന്. ആൻഡ് ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ്, നേരത്തെ സെയിം സംഭവം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുമ്പം ഈ ഒരു റിപ്പോസിറ്ററിയിൽ എനിക്കൊരു
പുതിയ പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ആയി. അത് എൻ്റെ മെയിനിൽ നിന്ന് ഇവിടോട്ടാണ് വന്നിരിക്കുന്നത്. ഇനി വേറൊരാൾക്ക്, അതായത് ഈ ഓർഗനൈസേഷന്റെ ഓണറിന് വന്നിട്ട് ഞാൻ വരുത്തേക്കുന്ന ചേഞ്ചസ് ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഒരു വേറൊരാളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷന്റെ ഇപ്പം ഒക്കെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ റിപ്പോയിൽ നിന്ന് PR ഇടും. അത് ആരാണോ നമ്മുടെ ലീഡായിട്ട് നിൽക്കുന്നത് ആ ആള് അതിനെ റിവ്യൂ ചെയ്യും. എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ലൈക്ക് ഇവിടെ നമുക്ക് റിവ്യൂ ഒക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് പറ്റും തോന്നുന്നില്ല, ബിക്കോസ് ഞാനല്ലേ ക്രിയേറ്റ് ചെയ്തേ. സോ ഇവിടെ വെയിറ്റ് ഇവിടെ PR-ന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും റിവ്യൂ. നമ്മൾ കൊടുത്തില്ലെങ്കിലും റിവ്യൂ ചെയ്യേണ്ട ആൾക്കാർ വന്നിട്ട് ഇവിടെ റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറയാം, ഓക്കെ സോ ഇങ്ങനെ ചേഞ്ച് വരുത്തണം, അത് മാറ്റുക, അല്ലെങ്കിൽ ഇത് ഓക്കെ ആണ്, അപ്രൂവ് ചെയ്യും. ഒന്നെങ്കിൽ നിങ്ങളുടെ PR അപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചേഞ്ച് വരുത്തണം എന്ന് പറയും. ചേഞ്ച് വരുത്തണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ചേഞ്ച് വരുത്തിയിട്ട് നമ്മൾ പിന്നെ കമ്മിറ്റ് ചെയ്യും. അപ്പൊ അടുത്ത കമ്മിറ്റ് ആയിട്ട് ഇവിടെ വരും. എന്നിട്ട് എല്ലാം സെറ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് അവരതിനെ മെർജ് ചെയ്യും. അവർ മെർജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് മെയിനിലായിട്ട് കിട്ടും. ഓക്കെ, മെർജ് ചെയ്തു ഇപ്പം. ആൻഡ് ഇവരുടെ മെയിൻ അപ്ഡേറ്റഡ് ആയി, സംഭവം സെറ്റായി. ഇനി ഫോർ എക്സാമ്പിൾ ഓക്കെ, ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റീഡ്മി 3 കമ്മിറ്റ് നമുക്ക് അടുത്തത് വേറെ ഇവിടെ ഓപ്പൺ ചെയ്യാം. ഗിറ്റല്ല, അതന്നെ. ഇവിടെ 2 കമ്മിറ്റ്. ഓക്കെ, സോ ഇതുണ്ടോ, ദിസ് ബ്രാഞ്ച് ഈസ് 1 കമ്മിറ്റ് ബിഹൈൻഡ് hackLab.RIT.main. അപ്പൊ നമുക്ക് അത് രണ്ടിനെ ഈവൻ ആക്കാനായിട്ട്, അതായത് ഇവിടുത്തെ ഹിസ്റ്ററിയും ഈവൻ ആക്കണം. അത് അങ്ങനത്തെ കേസ് വരും. ബിക്കോസ് ഇപ്പൊ മൾട്ടിപ്പിൾ ആൾക്കാർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ ആ ട്രീ വെച്ചിട്ടുള്ള എക്സാമ്പിൾ കാണിച്ചായിരുന്നല്ലോ. സോ അവിടെ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഒരാൾക്ക് വന്നിട്ട് മെയിനിലോട്ട് മേർജ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ഡിഫറെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യമൊക്കെ വരുമല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് കാര്യം ഒരു ലൈക്ക് എയിം ചെയ്യേണ്ട കാര്യം. അപ്പൊ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ ചെയ്യാൻ പറ്റും ഫെച്ച് അപ്സ്ട്രീം. സോ ഫെച്ച് അപ്സ്ട്രീം ഇവിടാണ് ഫെച്ച് വരുന്നത്. ഓക്കെ, സോ ഫെച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്സ്ട്രീമിൽ നിന്ന് ഫെച്ച് ചെയ്യുക. അപ്സ്ട്രീം ഏതാ, നമ്മുടെ റിയൽ റിപ്പോസിറ്ററി. സോ അവിടുത്തെ ചേഞ്ചസിനെ മൊത്തം കീപ് യുവർ ഫ്ലോർ അപ് ടു ഡേറ്റ് വിത്ത് അപ്സ്ട്രീം റിപ്പോസിറ്ററി. അപ്പം നമുക്ക് ആദ്യം ആ ചേഞ്ചസിനെ ഫെച്ച് ചെയ്യാം, എന്നിട്ട് അതിനെ മെർജ് ചെയ്യാം. സോ ഒന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ഫെച്ച് ആൻഡ് മെർജ് എന്ന് കൊടുക്കാം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് അങ്ങനെ മെർജ് ആയി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മുടെ ഗിറ്റ് ബാഷ് എടുത്തു. ഇവിടെ വന്നിട്ട് ഇപ്പം ഇതാണല്ലോ നമ്മുടെ മെയിൻ ബ്രാഞ്ച്. ഇവിടോടാണ് നമുക്ക് ആ ചേഞ്ചസ് വരുത്തേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്യാം ഗിറ്റ് പുൾ ഒറിജിൻ അല്ല, അപ്സ്ട്രീം അല്ലേ, അപ്സ്ട്രീം മെയിൻ. യെസ്, ഇപ്പോഴത്തേക്ക് അത് രണ്ടും അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാണ്. നമുക്ക് ചുമ്മാ ഗിറ്റ് സ്റ്റേറ്റസ് എടുത്ത് നോക്കാം. നേരത്തെ 2 കമ്മിറ്റ്സ് ആയിരുന്നല്ലോ. Your branch is ahead of commits by 2 commit. Wait, ഫുൾ ചെയ്തല്ലോ നമ്മള്. ഒറിജിൻ 1. ഞാനിപ്പോ പുൾ ചെയ്തു, എന്നിട്ട് പുഷ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം അത് 3 ആയോന്ന്. യെസ്, 3 ആയി, കണ്ടോ. സോ അത് ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫെച്ച് ആൻഡ് മെർജ്, ഇപ്പം എല്ലാം കമ്മിറ്റ്സ് ഇല്ല, നമ്മളിപ്പം ജസ്റ്റ് മെർജ് ചെയ്തുകൊണ്ടാണ് ഇത് ഡിസേബിൾഡ് ആയിട്ട് ഇരിക്കുന്നത്. ഒന്നെങ്കിൽ ഇവിടെ ഫെച്ച് ആൻഡ് മെർജ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് ഇവിടെ വന്നിട്ട് ഗിറ്റ് പുൾ എന്നിട്ട് ഏത് റിപ്പോസിറ്ററി നിന്നാണ് പുൾ ചെയ്യേണ്ടത്, ഏത് ബ്രാഞ്ച് ആണ് പുൾ ചെയ്യേണ്ടത്. സോ നമ്മൾ പറഞ്ഞു അപ്സ്ട്രീം ഇരിക്കുന്ന റിപ്പോസിറ്ററിയിലെ മെയിൻ ബ്രാഞ്ചിനെ പുൾ ചെയ്യാൻ പറഞ്ഞു. സോ അവിടെ നമുക്ക് 3 കമ്മിറ്റ്സും നമ്മുടെ മെയിനിൽ 2 കമ്മിറ്റ്സ് വരുന്നു. സോ ഇതിനെ പുൾ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് 3 കമ്മിറ്റ്സ് തന്നെ രണ്ടിടവും സെയിം ആയി. അങ്ങനെ കഴിഞ്ഞ് ഞാൻ ഇവിടെ പുഷ് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ അത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ ഇത് ഡിസേബിൾഡ്, ബിക്കോസ് നോ കമ്മിറ്റ്സ് ടു ഫെച്ച്, എല്ലാം സെറ്റ് ആയിട്ടിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും അത് ലൈക്ക് ഫെച്ച് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, സോ ഫെച്ച് ആൻഡ് മെർജ്, ഈ ഫെച്ചിനെയും മെർജിനെയും ഒരൊറ്റ സ്റ്റെപ്പിൽ, അത് 2 ഇതാണല്ലോ, ആദ്യം ഫെച്ച് ചെയ്യുക പിന്നെ മെർജ് ചെയ്യുക. സോ അതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻഡ് ആയിട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ, ലൈക്ക് ആ ഒരു കമാൻഡ് ആണ് പുൾ. ഗിറ്റ് പുൾ ബേസിക്കലി എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഫെച്ച് ആൻഡ് മെർജ്. ഓക്കെ,
അപ്പം ഫെച്ച് ആൻഡ് മെർജ് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നമുക്ക് അത് വേണമെങ്കിൽ ഈ കമാൻഡ് ലൈൻ വഴി ചെയ്യാം. അപ്പം നമുക്ക് ഫെച്ച് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ലൈക്ക് എനിക്കൊന്ന് ചേഞ്ച് ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ ലൈക്ക് അത് ചെയ്യാം, എന്നിട്ട് നമുക്ക് മെർജ് ചെയ്യാം. അതായത് കംപ്ലീറ്റ്ലി മെയിൻ പോലെ തന്നെ മെർജ് ചെയ്യണ്ടെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ഫെച്ചും മെർജും അങ്ങനെ ചെയ്യേണ്ട കേസ് വരുവാണെങ്കിൽ മാത്രം. ബട്ട് മോസ്റ്റ് കേസസിൽ നമ്മൾ ലൈക്ക് ഡയറക്ട്ലി നമുക്ക് ആ സെയിം ചേഞ്ച് അല്ലേ വേണ്ട, അപ്പൊ നമ്മളൊന്ന് ഫുൾ ചെയ്യത്തേ ഉള്ളൂ. ഫുൾ ചെയ്യുമ്പോഴത്തേക്ക് ആ ഫുൾ കാര്യം അതേപോലെ നമുക്ക് കിട്ടും. ഓക്കെ, മെർജിങ് കഴിഞ്ഞു. പിന്നെന്താ, യെസ്, ഇനി ഒരു ചെറിയ കാര്യം കൂടെ കാണിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓക്കെ, അത് നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അഗെയിൻ ഗിറ്റ് ലോഗ് അടിക്കാം. സോ ഇപ്പൊ കാണാം എനിക്ക് ഇത്രയും മൂന്ന് അല്ല ഇതല്ല മറ്റേ റിപ്പോസിറ്ററി പോവേ, നമ്മുടെ ആദ്യത്തെ ഗിറ്റ് ക്ലിയർ ഗിറ്റ് ലോഗ്. ഓക്കെ, നമുക്ക് ഒത്തിരി കമ്മിറ്റ്സ് ഉണ്ടല്ലോ. സോ ഞാൻ നേരത്തെ കാണിച്ചത് എന്തായിരുന്നു, ഗിറ്റ് റീസെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണിച്ചായിരുന്നു അല്ലെ. ഗിറ്റ് റീസെറ്റ് വെച്ചിട്ട് എന്താ ചെയ്യുന്നത്, ഇപ്പം ലെറ്റ്സ് സേ എനിക്ക് ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗിറ്റ് റീസെറ്റ് ഈ കമ്മിറ്റിന്റെ ഐഡി കൊടുക്കും. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ കമ്മിറ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നും ഒന്നും ഡിലീറ്റഡ് ആയി പോകത്തില്ല, പക്ഷെ അതെല്ലാം അൺസ്റ്റേജ്ഡ് ആയിട്ട് അവിടെ നിൽക്കും. നമുക്കിനി അത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗിറ്റ് ആഡ് തൊട്ട് നമ്മൾ ചെയ്ത് വരുവാണെങ്കിൽ അത് അവിടെ ആഡ് ആയിട്ട് കിട്ടും. സോ ബേസിക്കലി അതിനെ ഡിലീറ്റ് ചെയ്യുന്നില്ല കംപ്ലീറ്റ്ലി, നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് ഇവിടുന്ന് ഒരു കമ്മിറ്റ് എടുത്ത് കളയുന്നതേ ഉള്ളൂ. ഇനി എനിക്ക് അതിനെ എൻറ്റയർലി എടുത്ത് കളയണം, എനിക്ക് അതിന്റെ ഒരു ലക്ഷണമേ വേണ്ട. അയ്യോ, ഞാനത് കോപ്പി ചെയ്തില്ല. യെസ്, അതായത് ക്രിയേറ്റഡ് ടെസ്റ്റ് ഫയൽ അല്ലേ. ഓക്കെ, എനിക്കിപ്പോൾ ക്രിയേറ്റഡ് ടെസ്റ്റ് ഫയൽ വേണ്ട, എനിക്ക് ഈ രണ്ട് കമ്മിറ്റ്സ് എൻറ്റയർലി ഡിലീറ്റ് ചെയ്ത് കളയണം. അതായത് അതിനെ ലൈക്ക് ഇവിടെ വേണ്ടേ വേണ്ട, എനിക്ക് ഈ ഒരു കമ്മിറ്റിലോട്ട് എൻറ്റയർലി അങ്ങ് പൊക്കോണം, അങ്ങനെ ഒരു കേസാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗിറ്റ് റീസെറ്റ് ഹാർഡ് എന്നിട്ട് ഇത് കൊടുക്കും. ഹാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ ഹാർഡായിട്ട് റീസെറ്റ് ചെയ്യും, അതായത് അതിനെ നമ്മളത് എടുത്തേ കളയും, അത് പോയി, ആ ടെസ്റ്റ് എന്നുള്ള ഫയലിനെ നമ്മൾ എടുത്ത് കളഞ്ഞു. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഹാർഡ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ആ ഫയൽ അവിടെ കിടന്നേനെ, പക്ഷെ അതിന് ഗിറ്റ് ഹിസ്റ്ററിയുടെ പാർട്ട് ആയിരിക്കത്തില്ല, നമ്മൾ ആഡ് ചെയ്യണം, പിന്നെ സ്റ്റേജ് ചെയ്യണം, അങ്ങനത്തെ സ്റ്റേജ് ചെയ്യണം, പിന്നെ കമ്മിറ്റ് ചെയ്യണം, അങ്ങനെ വന്നേനെ. ഓക്കെ, സോ അതാണ് ഇത്. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളിപ്പം ഇത് ചെയ്യുവാന്ന് വെച്ചോ, ഒരു പ്രൊജക്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വേറൊരാൾക്ക് വന്നിട്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം, ലൈക്ക് ഒരു അവരുടെ PR മെർജായി. അപ്പം ലെറ്റ്സ് സേ ഞാനും ആ ആളും സെയിം ലൈൻ ചേഞ്ച് വരുത്തി, സെയിം ലൈനിൽ ചേഞ്ച് വരുത്തി, അപ്പോഴത്തേക്ക് ഗിറ്റിന് ഓട്ടോമാറ്റിക്കലി പറയാൻ പറ്റത്തില്ല അതിനകത്ത് ഓൾറെഡി കിടക്കുന്ന ചേഞ്ച് ആണോ വരേണ്ടത് അതോ ഞാൻ കൊടുത്ത ചേഞ്ച് ആണോ വരേണ്ടത് എന്നൊരു ഡൗട്ട് അതിന് വരും. സോ വേണമെങ്കിൽ അതിപ്പോ നോക്കാം. ഇതിപ്പോ ഹലോ വേൾഡ് ഉണ്ടല്ലോ, ഒരെണ്ണം ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ ആക്കി. എന്നിട്ട് ഞാൻ ശരിക്കും ഓക്കെ റീഡ് മീ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം അല്ലേ, ആ തേർഡ് ലൈനിലെ വേർഡാണ് ഞാൻ ചേഞ്ച് ചെയ്തത്. അപ്പം എനിക്ക് ഗിറ്റ് ആഡ് ഡോട്ട് വെയിറ്റ് ഗിറ്റ് കമ്മിറ്റ് മൈനസ് റീഡ് മീ. ഓക്കെ, എന്നിട്ട് ഞാനൊരു ബ്രാഞ്ച് കൂടെ എടുക്കുവാണേ. ഇതെന്ന് പറഞ്ഞാൽ ഗിറ്റ് ചെക്ക്ഔട്ട് -b, ഇതെന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് കട്ടാ. ലൈക്ക് നമ്മൾ നേരത്തെ ഗിറ്റ് ബ്രാഞ്ച് നെയിം, അത് കഴിഞ്ഞ് ഗിറ്റ് ചെക്ക്ഔട്ട് ആ ബ്രാഞ്ച് നെയിം അങ്ങനെയല്ലേ കൊടുക്കുന്നത്. ഇപ്പം ഒരുമിച്ച് ഒറ്റ സ്റ്റെപ്പിൽ ചെക്ക്ഔട്ടും ചെയ്യണം, പുതിയ ബ്രാഞ്ചും ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗിറ്റ് ചെക്ക്ഔട്ട് -b എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി കണ്ടോ, ഇനി ക്ലിയർ അടിച്ചിട്ട് ഞാൻ എഴുതുക ഗിറ്റ് പുഷ് ഒറിജിൻ. അയ്യോ, മെയിനിലോട്ടാ പുഷ് ചെയ്ത്. ഓക്കെ, അത് ഞാൻ മെയിനിലോട്ട് തന്നെ പുഷ് ചെയ്തു. വെയിറ്റ്,
PR ഇടുമ്പം വരുന്ന കാര്യമാണ് മെർജ് കോൺഫ്ലിക്റ്റ്. സോ മെർജ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം ലൈൻ 2 പേര് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഗിറ്റിന് ഡൗട്ട് ആയിരിക്കും, ലൈക്ക് ആരുടെ ചേഞ്ച് ആണ് ഞാൻ കീപ്പ് ചെയ്യണ്ടേ. ആ ഒരു കേസിൽ ഉണ്ടാവുന്നതാണിത്. ഓക്കെ, ന്യൂ വന്നു. നമുക്ക് ഫുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓ, ഏബിൾ ടു മേർജ് ആണോ? എനിവേസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ചെയ്തോണ്ടാണോ? അല്ല, വരണ്ടേ അല്ലേ? കുഴപ്പമില്ല. എന്തായാലും ഞാനൊരു മെർജ് കോൺഫ്ലിക്റ്റ് മാനുവലി ചെയ്യാൻ പറ്റുമോ നോക്കിയതാ. എനിവേസ് അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടേക്ക് അവർ പറയും ക്യാനോട്ട്, ലൈക്ക് ഇത് റെഡ് ആയിട്ട് വരും, പറ്റത്തില്ല. എന്നിട്ട് നമുക്ക് അത് ആക്ച്വലി റിസോൾവ് ചെയ്യാൻ പറ്റും. റിസോൾവ് ചെയ്യാന്ന് പറഞ്ഞാല് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്റെ പുതിയ ചേഞ്ച് വേണോ കീപ്പ് ചെയ്യേണ്ടത് അതോ മറ്റേ ആളുടെ, അത് മെയിനിൽ കിടക്കുന്ന ചേഞ്ച് ആണോ കീപ്പ് ചെയ്യേണ്ടത്, എന്റെ ചേഞ്ച് ആണോ കീപ്പ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അവിടെ നമുക്ക് ആ ഒരു സെറ്റ് ഓഫ് ലൈൻസ് അവരിങ്ങനെ ഡിഫർ ചെയ്ത് കാണിച്ചു തരും. അപ്പൊ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഏതാന്ന് വെച്ചാൽ കീപ്പ് ചെയ്യാൻ പറ്റും. സോ അതാണ് മെർജ് കോൺഫ്ലിക്ട്സ്. പിന്നെ നേരത്തെ എനിക്ക് HTTP URL വെച്ചപ്പം ഉണ്ടായ കേസ് എന്താ വെച്ചാല് അത് ലൈക്ക് അവര് പ്രിഫർ ചെയ്യുന്നത് SSH key വെച്ചിട്ട് ചെയ്യാനുള്ളതാ. അപ്പം ആ ഓതന്റിക്കേഷന്റെ സംഭവമായിരുന്നു. അപ്പൊ അത് നിങ്ങൾ സെറ്റപ്പ് ചെയ്യുമ്പം ഉള്ളതാ, വലിയ സീനില്ല. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഇത്രയും നേരം പറഞ്ഞു, ലൈക്ക് 10 more minutes ഉണ്ടല്ലോ, എന്തെങ്കിലും ഡൗട്ടോ ഏതെങ്കിലും കാര്യം ഒന്നുകൂടെ പോകേണ്ടതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ റിപ്പോസിറ്ററി ഉണ്ടല്ലോ, അതിലോട്ട് PR ഇട്ട് നോക്കിക്കോ. ഐ മീൻ എങ്ങനെ ഒരു പുൾ റിക്വസ്റ്റ് ഇടുന്നേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇപ്പൊ ഷെയർ ചെയ്യാം. ലൈക്ക് അപ്പൊ എന്റെ റിപ്പോസിറ്ററിനെ ഫോർക്ക് ചെയ്യണം ഫസ്റ്റ്. അതിനെ ഫോർക്ക് ചെയ്തിട്ട് അതിനെ ക്ലോൺ ചെയ്യണം. ക്ലോൺ ചെയ്തിട്ട് ഏതാ തരാവേ, ഈ റിപ്പോസിറ്ററിനെ ക്ലോൺ ചെയ്യാം. എന്നിട്ട് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് പുഷ് ചെയ്തിട്ട് എന്റെ റിപ്പോസിറ്ററിയിലോട്ടൊരു PR ഇട്ട് നോക്കിക്കും. അപ്പം ലൈക്ക് ഹോൾ ഐഡിയ കിട്ടും എങ്ങനെ ഇതെല്ലാം വർക്ക് ചെയ്യുന്നതെന്ന്. ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കാവോ? കേക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഒരു നല്ലൊരു സെഷൻ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മളിപ്പം ചാറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോംസിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊരു ഫീഡ്ബാക്ക് ഫോം ആണ്. അപ്പം എല്ലാവരും അത് ഫില്ല് ചെയ്തിട്ട് മീറ്റിൽ നിന്ന് ലീവ് ആവുള്ളൂ എന്ന് പറയാനാണ്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഫില്ല് ചെയ്യുക. ഓക്കെ. അപ്പം ഈ മീറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് IDCയുടെ യൂട്യൂബ് ചാനൽ ഉണ്ടാവും. ഇപ്പം IDC RITയുടെ യൂട്യൂബ് ചാനൽ, ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഈ റെക്കോർഡിംഗ് ഉണ്ടാവും. സോ യു ഗൈസ് ക്യാൻ റെഫർ ഇറ്റ് വെനെവർ യു വാണ്ട്. ആൻഡ് സോ ഓക്കെ. അപ്പം ഇത്രയും നേരം നല്ലൊരു ഇത്രയും ഗിറ്റിനെ പറ്റിയും ഗിറ്റ് ഹബിനെ പറ്റിയൊക്കെ നല്ലൊരു സെഷൻ നമുക്ക് എടുത്തു തന്ന ഐറിന് IDC RITയുടെ പേരിലും എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും
നന്ദി പറയുന്നു. ആൻഡ് തുടർന്ന് ഇതുപോലുള്ള സെഷൻസ് ഒക്കെ നല്ലപോലെ കണ്ടക്ട് ചെയ്യാൻ IDCയുടെ ഭാഗത്തു നിന്ന് ഇതുപോലെ നല്ല സെഷൻസ് ഉണ്ടാവും. ആൻഡ് വൺസ് അഗെയിൻ താങ്കിങ് ഐറിൻ ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. ആൻഡ് നമ്മുടെ സെഷൻ അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് ഞാൻ യൂട്യൂബിൽ നമ്മുടെ സെഷൻ അതിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവും. സോ യു ഗൈസ് ക്യാൻ റെഫർ ഇറ്റ് ഇഫ് യു വാണ്ട്. ആൻഡ് ഇവിടെ ഗൂഗിൾ ഫോംസ് തന്നിരിക്കുന്ന ലിങ്കിൽ കയറി ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.